നമ്മൾ ബൈബിളിൽ കാണുന്ന ആദ്യകാല സഭയിലൊക്കെ പ്രവർത്തിച്ച അതേ നമ്പറുകളാണ് സാത്താൻ ഇന്നും പ്രവർത്തിക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഒരാൾ ഒരേ വിളച്ചിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിൽ വീഴുക എന്ന് പറയുന്നത് അത് നമ്മളൊരു ബലമില്ലാത്തവരല്ലെങ്കിൽ നമ്മളതിലങ്ങ് മയങ്ങിപ്പോകുമോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ. ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ആദ്യ നൂറ്റാണ്ടിൽ സഭയിൽ എങ്ങനെ പ്രവർത്തിച്ചു, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയെപ്പറ്റി കർത്താവ് എന്തൊക്കെ കുറവുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തന്നെയാണ്, ആ നമ്പറുകളൊക്കെ തന്നെയാണ് സാത്താൻ ഇന്നും പ്രവർത്തിക്കുന്നത്. ഇന്നും അതിലൊക്കെ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നത്. നമ്മളപ്പോൾ എത്രത്തോളം ഇടയ്ക്കൊക്കെ ഈ ഭാഗങ്ങൾ എടുത്തുനിന്ന് ധ്യാനിക്കുകയും സാത്താൻ എങ്ങനെ അന്ന് ആ കാലഘട്ടത്തിൽ സഭയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായി. എന്തുപോലെ നമ്മളിങ്ങനെ വാക്യപ്രതിവാക്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്, വീണ്ടും വീണ്ടും നമ്മൾ ആ ഭാഗങ്ങൾ പഠിച്ചു വരുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, നമുക്കും പ്രയോജനമായി തീരട്ടെ. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു ഭാവി കാലത്ത് അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന കാലം, ഇൻ ദ ലാറ്റർ ഡേ, വരുന്ന നാളുകളിൽ എങ്ങനെയാണ് സാത്താൻ പ്രവർത്തിക്കാൻ പോകുന്നത്? അനേകരെ വിശ്വാസം ത്യജിച്ച് വിശ്വാസത്തിൽ നിന്ന് മാറ്റി. ഞാൻ ഈ വിശ്വാസം തേച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരൊക്കെ പിന്മാറിപ്പോയി, അവരാരും സഭയിൽ വരുന്നില്ല, അല്ലെങ്കിൽ അവരാരും എങ്ങും സഭയിൽ പോകുന്നില്ല, അവർ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പെന്തിക്കോസിൽ നിന്ന് പോയി, അല്ലെങ്കിൽ വേർപെട്ട സഭകളിൽ നിന്ന് പോയി എന്ന് വിചാരിക്കും. അല്ല, വിശ്വാസം ത്യജിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള ആ ആശ്രയം, കർത്താവിൻ്റെ സന്ധിയിൽ ആദ്യകാലം എടുത്ത തീരുമാനങ്ങൾ, കർത്താവിൻ്റെ സന്ധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അടുപ്പം, ആ റിലേഷൻഷിപ്പ്, പിന്നെ ആ ആശ്രയം പോയി. വിശ്വാസിയാണോ? വിശ്വാസി, എല്ലാവരും വിശ്വാസിയാണ്. ഈ ക്ഷീണിച്ചിരിക്കുന്നവരും ആരാധനയ്ക്ക് വരാത്തവരും അല്ലെങ്കിൽ പല കാരണങ്ങളാൽ പിന്മാറിപ്പോയവരും എല്ലാവരും പറയുന്നത് എന്തുവാ? അവരൊക്കെ വിശ്വാസിയാണെന്നാണ് പറയുന്നത്. ഞാൻ പറയില്ല, കർത്താവുമായിട്ടൊരു ചേർന്ന ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴേ പഴയ ദൈവദാസന്മാരൊക്കെ ചോദിക്കുമായിരുന്നു, നീ ഇപ്പോഴും കൃപയിലാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെയൊന്നും ഇപ്പോൾ ആരോടും ചോദിക്കാനൊന്നും പറ്റത്തില്ല, ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ദൈവദാസന്മാരൊക്കെ ഇപ്പോൾ ഒത്തിരി ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങൾ വളരെ ഭവ്യതയോടുകൂടിയൊക്കെയാണ് ചോദിക്കുന്നത്. കാര്യം കട്ടിയായിട്ടൊക്കെ പഴയ ദൈവദാസന്മാരൊക്കെ ഗർജിച്ചാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. ഇവിടെ ഒന്ന് ചാടി അപ്പുറത്ത്, അവിടെ ഒന്ന് ചാടി ഇപ്പുറത്ത്, എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പൊക്കളയും. കാര്യം ആരും ഒരു നടത്തിപ്പിൻ്റെ കീഴ്പ്പെടുവാൻ, അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പോലും അതിലൊന്നും കീഴ്പ്പെടുവാൻ, അതിന് വരെയും ജസ്റ്റിഫൈ ചെയ്യുവാൻ, ന്യായീകരിച്ച് നിൽക്കുവാൻ, അവരാണ് ശരി എന്ന് ന്യായീകരിച്ച് നിൽക്കുവാനൊക്കെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. കാര്യം ആർക്കും ഒരു കുറവൊന്നുമില്ലല്ലോ. ഇപ്പോൾ കർത്താവ് സഹായിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ മുൻപോട്ട് ഓടുന്നതുകൊണ്ട് ആർക്കും ഒരു കുറവില്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പിലാണ് സാത്താൻ പലരെയും കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ദൈവമക്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കുള്ള വിശ്വാസം, ശരിക്കുള്ള ഒരു സത്യത്തിൽ നിന്ന് അനേകരെ മാറ്റിക്കളയുവാൻ അന്ത്യനാളുകളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ സാത്താൻ എന്ത് ചെയ്യും? ബോഷ്കു പറഞ്ഞില്ലേ, ബോഷ്കു പറയുന്നവരുടെ കപടം, അത് പല രീതിയിലുള്ള ബോഷ്കായിക്കോട്ടെ. ബൈബിളിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു കാര്യം വാഗ്ദത്തമാണെന്ന് പറയുന്നത് അതൊരു ബോഷ്കാണ്. കർത്താവ് പറയാത്ത ഒരു കാര്യം ആൾക്കാർ കൂടാൻ വേണ്ടി, സഭയിൽ കൂടാൻ വേണ്ടി പറയുന്ന ഒരു ബോഷ്കാണ്. ഇനി ഞാൻ പറയുന്നത് ആ ശരി എന്ന് ന്യായീകരിക്കുവാൻ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ച് അതിനെ സ്ഥാപിക്കുവാൻ തർക്കിക്കുന്ന അതൊരു ബോഷ്കാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുമ്പോൾ അത് എന്നോടും നിങ്ങളോടും എല്ലാവരോടും ഒരുപോലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എന്നോടൊന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് വേറൊന്നാ പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ നമ്മുടെ മധ്യത്തിൽ കൂട്ടടിയായിരിക്കും, ഇല്ലേ? എന്നോടൊന്ന് പറയും പരിശുദ്ധാത്മാവ്, നിങ്ങളോട് വേറൊന്ന് പറയും. നമ്മൾ തമ്മിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് ആത്മാവ് പറഞ്ഞത് ഇന്നതാ, എന്നോട് ആത്മാവ് പറഞ്ഞത് ഇന്നതാണ്. ഇപ്പം അങ്ങനെയാണല്ലോ ദൈവസഭകൾ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരവർ തോന്നിയതൊക്കെ, അല്ലെങ്കിൽ അവരവർക്ക് തോന്നുന്നതല്ല അവരവരെ തന്നെ ന്യായീകരിക്കാനൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നത് എന്തുവാണ്? എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞാണല്ലോ ഈ ദുരുപദേശങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ദൈവദാസന്മാർ പോലും പറയുന്നുണ്ടല്ലേ. അപ്പം അന്ത്യനാളുകൾ വേറൊരു സുവിശേഷം, വേറൊരാത്മാവിനാൽ, അത് വേറൊരാത്മാവെന്നൊക്കെ നല്ല ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തോലൻ വളരെ കട്ടിയായ ഭാഷയിൽ അവിടെ പറഞ്ഞ് ഭൂതങ്ങളുടെ ഉപദേശം, ഇല്ലേ? ദ ഡോക്ട്രിൻ ഓഫ് ഡീമൺസ്, ഭൂതങ്ങളുടെ ഉപദേശം.
അങ്ങനെ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരു പദമായിപ്പോയി. അത്രയും കട്ടിയായിട്ട് പറയാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ മറ്റൊരു ഉപദേശം പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഷ. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഭൂതങ്ങളുടെ ഉപദേശം, കാരണം അത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ പിന്നെ അത് എവിടെ നിന്നാണ്? ഭൂതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദുരാത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭൂതം, ഡോക്ട്രിൻ ഓഫ് ഡീമൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് പണിയുന്നതായിരിക്കും, ഒരു കാര്യം ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത് പൊളിക്കുന്നതായിരിക്കും, ഇടർച്ച വരുത്തുന്നതായിരിക്കും. അതെപ്പോഴും ഓർത്തോണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ പറയുമ്പോഴാണ് അത് നമ്മളെയും പണിയുന്നത്, അത് ആലോചന കേൾക്കുന്നതും പറയുന്നത്. ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത്, ഞാൻ അത്രയും കട്ടിയായ ഭാഷ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലും വളരെ ബലപ്പെടുത്തണം. എന്തുവായാലും അപ്പോസ്തലൻ വളരെ കട്ടിയായ ഭാഷയിൽ പറയുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്ത ഉപദേശം എല്ലാം എന്തുവാണ്? ഭൂതങ്ങളുടെ ഉപദേശം. അപ്പം എന്തുവാണ് താനിവിടെ ഭൂതങ്ങളുടെ ഉപദേശം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സഭയിൽ ഉണ്ടായ ഈ ഭൂതങ്ങളുടെ ഉപദേശം എന്തുവാ എന്നൊന്ന് നോക്കിക്കുക. സ്വന്തം മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. സ്വന്തം മനസ്സാക്ഷിയിൽ ചൂട് പിടിച്ച്, their own hot conscience എന്നൊക്കെ വേണേൽ പറയാം. ആ കോൺഷ്യൻസ് അല്ലെങ്കിൽ ആ മനസ്സാക്ഷി, അവരുടെ ഉള്ളിലെ ഒരാത്മാവ് അതങ്ങോട്ട് ചൂട് പിടിച്ച്, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാത്തത് കൊണ്ടാണ് മേളത്തെ വാക്യത്തിൽ പറഞ്ഞ ഇറ്റ്സ് ഡോക്ട്രിൻ ഓഫ് ഡീമൺസ്, ദുരുപദേശം അല്ലെങ്കിൽ ദുരാത്മാവിനാൽ ചൂട് പിടിച്ച് ഉപദേശമാണെന്ന് പറഞ്ഞ്, ഡോക്ട്രിനാന്ന് പറഞ്ഞ് ഉപദേശമാണെന്ന് പറയുന്നതിനാണ്. എനിക്ക് ദൈവം തരാതും പല കാര്യങ്ങൾ ചൂട് പിടിച്ച് എരിവിൽ പറയാം. എരിവൊക്കെ നല്ലതാണ്. ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ ഇത്രയും വർഷത്തെ ശുശ്രൂഷയിൽ എത്ര പേരെയാണ് എരിവിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നു, നേരത്തെ സഭയിലൊക്കെ ഒരു സൗദി വെച്ചായിരുന്നു. കാര്യം അവിടുത്തെ ഒരു രീതിയും അങ്ങനെയാണല്ലോ. ഏത് വെള്ളിയാഴ്ചയും ആരാധനയ്ക്കിടയ്ക്ക് പോലീസ് വരാം, റെയ്ഡ് ചെയ്യാം, അവിടെ ഉള്ളവരെല്ലാം പിടിച്ചുകൊണ്ട് പോവാം. ഞങ്ങളുടെ ഉള്ള സമയത്ത് തന്നെ ഒരു സഭയിൽ റെയ്ഡ് ചെയ്ത് അവിടുത്തെ പാസ്റ്ററിനെയും, അവിടെ ആരാധിക്കാൻ പാടില്ലെന്ന് രാജകൽപ്പനയാണ്, രഹസ്യമായിട്ട് ആരാധിക്കാൻ പാടില്ല, ബൈബിൾ കൊണ്ട് നടക്കാൻ പാടില്ല. എല്ലാവരും ബൈബിളൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് വരുന്നത്. വെളിയിൽ കാണിക്കാതെ അവർ ബൈബിൾ പിടിച്ചുകൊണ്ട് തന്നെ വരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ അവിടെ വന്നും ആരാധിക്കും, ആത്മാവിൽ നല്ലപോലെ ആരാധിക്കും. അത് 2 മണി 3 മണി 4 മണി വരെ പോയ സമയങ്ങളുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ആരാധന അത്രയ്ക്ക് ഉണ്ടല്ലോ. താഴെ നിന്നൊക്കെ ആത്മാവിൽ ഇങ്ങനെ ചാടുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇവിടെ ഒന്നും പകരുന്ന ഒരു ആത്മശക്തിയല്ല, അവിടെ അത്രയും എതിർപ്പും വില കൊടുത്ത് നിൽക്കുന്നുണ്ട്. അടുത്തൊരു സഭയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു പാസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, ആ പാസ്റ്ററിൻ്റെ സഭയിൽ വലിയൊരു സഭയാണ്, അവിടെ റെയ്ഡ് ചെയ്തു. സഹോദരിമാരെയെല്ലാം ഡീപ്പോർട്ട് ചെയ്തു. ഉടനെ സഹോദരന്മാരെയൊക്കെ മൊട്ടയടിച്ചു, ഐസിൽ കിടത്തി. ചെറിയ കാര്യമല്ല, നിങ്ങൾക്കറിയത്തില്ല, ശരീഅത്ത് നിയമം പാലിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലുള്ള, അഫ്ഗാനിസ്ഥാന് തന്നെ ശരീഅത്ത് നിയമം പറഞ്ഞു കൊടുത്ത് മക്കയും മദീനയിൽ ഇരിക്കുന്ന രാജ്യമാണ് സൗദി. ഇവിടെ നിന്നാണ് അവരോട് ശരീഅത്ത് നിയമം എന്തോ അത് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടുത്തെ മുത്തവന്മാരാണ്. റോയൽ ഇതാണ്, ഇവിടുത്തെ രാജാവാണ് കസ്റ്റോഡിയൻ ഓഫ് ദി 2 ഹോളി മോസ്ക്. അപ്പോൾ ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ശരീഅത്ത് നിയമം പാലിക്കുന്നുണ്ട്, അവിടെ എന്തുവാണ് ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കൊടുക്കുന്ന രാജ്യമാണ് ഈ രാജ്യം. അവരതിന് വിശുദ്ധ നാടെന്ന് പറയുന്നുണ്ട്, ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴങ്ങനല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ 70കളിലും 80കളിലും 90കളിലും ഒക്കെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന, അല്ലെ ആരാഴ്ച അല്ലെ പപ്പയോട് ആരാധന നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ഓരോ പ്രാവശ്യവും ജസ്റ്റ് മിസ് എന്നൊക്കെ പറയുമല്ലോ, വാഹനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഒരു ആരാധന നടക്കുന്ന ഭവനത്തിൻ്റെ ചോട്ടിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് CIDs ഉണ്ട്, അവരിങ്ങനെ തൂത്തിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ കാര്യം എല്ലാവരും വെള്ളയും ഒക്കെ ഇട്ടുകൊണ്ട് വേണം ആരാധനയ്ക്ക് വരാമെന്ന് അന്നത്തെ സഭയിൽ നിയമം ഉണ്ടായിരുന്നു. അപ്പം ആ നിയമമൊക്കെ പാലിച്ച് എല്ലാവരും വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് റോട്ടിൽ കൂടെ നടന്ന്, കുടുംബങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വെള്ള ഷൂസ് വെള്ള സോക്സ് ഒക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും യൂണിഫോം പോലൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഉടനെ അത് CID പിടിക്കും. അപ്പം അങ്ങനെ വില കൊടുത്താണ് അന്ന് വന്നുകൊണ്ടിരുന്ന ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നു, അന്ന് ഒരു സഹോദരൻ ഭയങ്കര എരിവ് കയറി എല്ലാ പ്രാവശ്യം മുത്തവ എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ നമ്മൾ മൗലവി എന്നൊക്കെ പറയുന്ന പോലെ അറബിയിൽ അവിടെ മുത്തവ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രീസ്റ്റ്. മുത്തവയ്ക്ക് ഈ രാജഭരണം ശരീഅത്ത് നിയമം ഉള്ളിടത്ത് രാജാവ് കഴിഞ്ഞാൽ ഉടനെയുള്ള മന്ത്രിയുടെ പവറാണ് ഒരു മുത്തവയ്ക്ക്. പുള്ളി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ സഹോദരിമാർ പോവുക, തലയിൽ കവേർഡ് അല്ലെങ്കിൽ ഡ്രസ്സിന് ഒരു അല്പം നീളം, അങ്ങനെ നീളം കുറഞ്ഞ ഡ്രസ്സുകൾ പാടേയില്ല, തറ വരെയും കിടന്നോണെന്ന ചൂരൽ വെച്ച് പെണ്ണുങ്ങളുടെ കാലയിൽ അടിക്കും. ഒരു മദാമ പണ്ടെങ്ങാണ്ട് അവിടെ വന്ന് അറിയാതെ, സൗദിയിലെ നിയമം അറിയാതെ, ലോങ് സ്കേർട്ടാണ് പക്ഷേ കാലിച്ചിര കണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ബാക്കിയുള്ള ഭാഗത്ത് ടാർ അടിച്ചു വെച്ചു.
നമ്മുടെ കിട്ടുന്ന മനോരമയിലൊക്കെ എല്ലാ മനോരമ പത്രങ്ങളൊക്കെ വളരെ ആഗ്രഹത്തിൽ 10 ഇരട്ടി കാശ് കൊടുത്ത് മലയാളികൾ അവിടെ വരുത്തും. ഇവിടെ വല്ല സ്പോർട്സുകാരികൾ വല്ലതും ഒരു ഷോർട്സ് ഇട്ട് ഓടുന്ന പടം എപ്പോഴും സ്പോർട്സ് പേജിൽ കാണുമല്ലോ. അപ്പം നമ്മൾ അവർ കരി തേച്ച് ഓർത്തോണ്ട് അവിടെ 2 ഷോർട്സ് ഇട്ട് ഓടി. അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ എന്തെങ്കിലും ഒരു പരസ്യമോ വല്ലതും വന്നാൽ അത് പ്രിൻറ്റിങ് ഇങ്ക് വെച്ച്, കാര്യം അത് ബ്രഷ് വെച്ചിട്ട് പ്രിൻറ്റിങ് ഇങ്ക് വെച്ച് തൂക്കുന്നതുകൊണ്ട് അതിൻ്റെ അപ്പുറവും ഒരു 2 പേജ് അപ്പുറം കൂടെ അതങ്ങ്. അപ്പം നമ്മൾ ഈ പേപ്പർ വായിക്കുമ്പോൾ മനോരമ ന്യൂസ് വരുത്തുമ്പോൾ അല്ലെങ്കിൽ വനിത അല്ലെങ്കിൽ മാസിക ആൾക്കാർ മലയാളികൾ 10 ഇരട്ടി കാശ് കൊടുത്ത് അല്ലെങ്കിൽ 8 ഇരട്ടി കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഓരോ പേജ് ഓർക്കുമ്പോൾ മുഴുവനും അവിടെ നിന്ന് തേച്ച കരിയാണ്. അത് ഒരു ബോധമില്ലല്ലോ, ഇങ്ങനെ ആയിരക്കണക്കിന് പേപ്പറുകളല്ലേ ഇമ്പോർട്ട് ചെയ്യും, എല്ലാ ദിവസവും പ്ലെയിനിൽ വരും, അത് അതിൻ്റെ മണ്ടയ്ക്ക് തേച്ച് വെക്കും, അതിങ്ങനെ തേച്ച് വിടുമല്ലേ. അപ്പം ആ മലബാറി മുസ്ലിംസൊക്കെ അതിന് വേണ്ടി ഇരിപ്പുണ്ട്, മലയാളം കൂടെ അറിയാവുന്നവർ, അതുകൊണ്ടാണ് അവർ വായിച്ചിട്ട് തേച്ച് വിടും. അപ്പം അങ്ങനെ ഒരു രാജ്യത്തിലാണ്. അപ്പോൾ ഓരോ ആഴ്ചയും നമ്മളെ പിടിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരന്മാരോട് എവിടാണ് സ്നാനം നടക്കുന്നതെന്ന് ചോദിച്ച് മൊട്ടയടിച്ച്, അങ്ങനെയാണ് അവിടുത്തെ ഒരു ഡീപ്പോർട്ടിൻ്റെ ഒരു രീതിയാണ്. പലരെയും മൊട്ടയടിച്ച്, എല്ലാവരെയും അടിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ കേട്ട കാര്യമാണ്. അവരെയൊന്നും പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല, കാര്യം പിന്നെ ആ രാജ്യത്തിലല്ല, GCC രാജ്യത്തിൽ, ഗൾഫ് ഏരിയ 7 രാജ്യങ്ങളുണ്ടല്ലോ GCC എന്ന് പറഞ്ഞാൽ, ആ GCC രാജ്യത്തിൽ മുഴുവനും കയറാൻ പറ്റാത്ത രീതിയിലുള്ള രാജ്യദ്രോഹം ചെയ്യുന്ന കുറ്റം ചെയ്ത് അതിൻ്റെ ഡീപ്പോർട്ട് എന്ന് പറഞ്ഞ സീല് പാസ്പോർട്ടിൽ അടിച്ചാൽ വിടുന്ന. അതിൽ ആ പാസ്റ്ററും പിന്നെ അമേരിക്കയിലോട്ട് പോയി. കുടുംബം പുള്ളി ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി അതുപോലെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതലും പാസ്മാരാകുന്ന കാര്യം. അവർക്ക് അതുപോലെ വലിയ വില്ല കമ്പനികൾ കൊടുക്കും, അല്ലെ വലിയ വീടുകൾ കൊടുക്കും. അത്രയും വലിയ ലിവിങ് റൂംസ് ഉള്ളപ്പോഴാണ് അതെല്ലാം സീൽ ചെയ്ത് എയർ കണ്ടീഷൻ ചെയ്ത് അവിടെ ആരാധന നടത്തുന്നത്, അല്ലാതെ പറ്റത്തില്ല. അപ്പം ആ പാസിൻ്റെ പേര് എനിക്കറിയാം. ആ പാസിനെ അപ്പം ഞാൻ പറഞ്ഞു, സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും ഡീപ്പോർട്ട് ചെയ്തു ആദ്യം. ആണുങ്ങളെ ഐസിൽ കിടത്തി ഏതൊക്കെ രീതിയിൽ അവർക്കറിയേണ്ടത്, നിങ്ങളുടെ ബൈബിളുകൾ എവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തുവാ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എവിടെ സ്നാനം നടത്തുന്നത്. സ്നാനം അവർക്കറിയാം, ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു ആക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സ്നാനം നടത്തുമ്പോഴാണ് ഈ പേടിക്കുന്നത്. റെയ്ഡ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊള്ളാം. പിന്നെ അവരുടെ അക്കൗണ്ടിലുള്ള കാശാട്ട്, അവരുടെ സെറ്റിൽമെൻ്റ് ആട്ട് ഒന്നും, ഡീപ്പോർട്ടിന് പിന്നെ ഒന്നും കിട്ടത്തില്ലല്ലോ. ഇത്രയും വർഷം അവിടെ ജോലി ചെയ്ത് വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് പിരിഞ്ഞു പോകുമ്പോൾ കോടികൾ കിട്ടേണ്ട ഒരു നമ്മുടെ PF എമൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഗോസി ആട്ട്, സെറ്റിൽമെൻ്റ് ആട്ട് ഒന്നും കിട്ടത്തില്ല അവർക്ക്. അപ്പോൾ ഇത് വലിയ വില കൊടുത്താണ് അവിടുത്തെ ഓരോ ദൈവമക്കളും ആരാധനയ്ക്ക് തന്നെ വരുന്നത്. ഞങ്ങളുടെ ഒരു സഹോദരനുണ്ടായിരുന്നു, ഇതുപോലെ പ്രബോധനമൊക്കെ പറയാൻ നമ്മൾ സഭ അനുഭവിക്കുന്ന ഒരു സഹോദരൻ, എന്നും എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എൻ്റെ കഴുത്ത് മുത്തവയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്, പുള്ളി ബട്ടൺസ് ഒന്നും ഇടത്തില്ല. കാരണം ഈ ഓരോ ചിലർ അങ്ങനെ എരിവി കയറിയ ബട്ടൺസ് ഇടത്തില്ല, ഉടുപ്പ് തേക്കത്തില്ല, പിന്നെ ബട്ടൺസ് ഇടാതെ ഇങ്ങനെ ഫുൾ കൈ ഉടുപ്പ് ഇങ്ങനെ, അതൊക്കെ ആത്മീയത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെത്താൻ അങ്ങ് വിശേഷിപ്പിടിച്ച്. അങ്ങനെയൊന്നും ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല, ഒരു ദൈവദാസന്മാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നും ഇങ്ങനെ തല കുനിച്ച് നിൽക്കുമായിരുന്നു, മുത്തവ വരട്ടെ എൻ്റെ കഴുത്ത് കൊടുക്കും. പുള്ളിയുടെ പല പേഴ്സണൽ വിഷയത്തിൽ, പുള്ളിയുടെ പാസ്റ്ററാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, പുള്ളിയുടെ പല പേഴ്സണൽ വിഷയത്തിനും ഒരു ചെറിയ പ്രോബ്ലം ജീവിതത്തിൽ ഉണ്ടാവുമോ, ഒരു നിൽക്കേണ്ട സമയം കാണുമ്പോൾ പുള്ളിയെ പിന്നെ അവിടെ കണ്ടിട്ടുമില്ല, പുള്ളി പിന്നെ സഭയൊന്നും ഇല്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ എരിവ്, ഞാൻ അതിൽ ഏറ്റവും ഈ അമറിക്കൂവിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന ആ ഒരു സഹോദരനെ ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ. അല്ലാതെ ഒത്തിരി സഹോദരന്മാർ ഇതുപോലെ എരിവ് കയറി നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് അതൊരു സ്ഥിരം രീതിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ചിലരെന്ത് ചെയ്യും, മനസ്സാക്ഷിയില്ല. 2ാമത്തെ വാക്യം വായിച്ചേ. 2 കാര്യം ആ സമയത്ത് നടന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ 1ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, എത്ര വർഷങ്ങൾക്ക് മുമ്പെയാണ് സാത്താൻ സഭയിൽ ചെയ്യുന്ന സ്ഥിരം നമ്പറുകൾ. സാത്താൻ സഭകളിൽ ഇടർച്ച കൊണ്ടുവരുവാൻ, അല്ലെ വേറൊരു ഉപദേശം കൊണ്ടുവരുവാൻ, കൺഫ്യൂഷൻ കൊണ്ടുവരുവാൻ ചെയ്യുന്ന സ്ഥിരം നമ്പറുകളാണ് അന്നും ചെയ്യുന്നു, സാത്താൻ ഇന്നും ചെയ്യുന്നു. 1ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവസാനത്തെ നാളുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ എന്ത് ചെയ്യും, അനേകർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുവാൻ വേറൊരാത്മാവിൽ, ഒരു വ്യാജാത്മാവിൽ ആ ഉപദേശം അല്ലെങ്കിൽ സഭയിൽ കൺഫ്യൂഷൻ വരുവാൻ എരിവ് കയറി പറയുന്ന ആ ഉപദേശത്തിനെ ബൈബിൾ പറയുന്നത് എന്തുവാണ് ഇവിടെ, ഭൂതങ്ങളുടെ ഉപദേശം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റൊരു സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പറയുന്നത്, ഇവിടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുക, ആ ഉപദേശം ഭൂതങ്ങളുടെ ഉപദേശം, എരിവ് കയറി പറയുന്നതാണ്. അത് അവസാനം എന്ത് ചെയ്യും, അനേകരെ കൺഫ്യൂഷനിലാക്കും, അനേകർ സത്യത്തിൽ നിന്ന് മാറിപ്പം. നമ്മൾ ഒക്കെ ഈ എല്ലാവരും എരിവുകാരാണ്, ഞാനും ഭയങ്കര എരിവുകാരനാണ്.
അപ്പം നമ്മളൊരു കാര്യം ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും നമ്മുടെ ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ സുവിശേഷ വേലയിൽ വന്ന സമയത്തും വചനം അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തും എൻ്റെ പിതാവും പാസ്റ്റർ വല്യപ്പച്ചനും കർത്താവിൻ്റെ വേലയിൽ അല്ലെങ്കിൽ മൂപ്പനായിട്ടൊക്കെ സഭയിൽ അന്ന് വേർപാട് സഭയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള കുടുംബങ്ങളാകുമ്പോൾ കൊച്ചിലേ തൊട്ട് നമ്മൾ കേൾക്കുന്നത് ബൈബിൾ ക്ലാസ്സും. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പല ദൈവദാസന്മാരോട് ശുശ്രൂഷപ്പെടും. നമുക്ക് ആദ്യം വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അറിയത്തില്ലല്ലോ. എരിവിൽ പലരും പറയുന്ന പല കാര്യങ്ങൾ അത് അങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എരിവിൻ്റെ പ്രവൃത്തിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വചനം പഠിപ്പിക്കുമ്പോൾ, ഞാൻ എപ്പോഴും വചനം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യകാലത്തൊട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം, പണ്ടൊക്കെ ദൈവദാസന്മാരങ്ങനെയായിരുന്നു, അടിച്ചേൽപ്പിക്കുന്ന പോലെ അങ്ങ് പഠിപ്പിക്കും. തിരിച്ച് ജനത്തിന് ചോദ്യം ചെയ്യുവാനോ തിരിച്ച് ജനത്തിന് അതൊന്ന് ഡിസ്കസ് ചെയ്യുവാനോ അങ്ങനെ ഗർജിക്കുന്ന രീതിയിലാണല്ലോ ദൈവദാസന്മാർ നിൽക്കുന്നത്. പഴയ കാലഘട്ടത്തിലെ ഒരു ശൈലി നിങ്ങൾക്കറിയാമല്ലോ. അന്നൊക്കെ വിശ്വാസി വന്നിട്ടുള്ളവരാണ്, നിങ്ങൾക്കറിയാം. അപ്പം അവരങ്ങനെ ഒരു സ്പേസ് തരത്തില്ല സാധാരണ വിശ്വാസികൾക്ക് ചെന്ന് അത് ചോദിക്കുവാൻ. അങ്ങനെ നീ അത് കേട്ടോണോ അല്ലെ നീ ശപിക്കപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങൾ വല്ലതിൻ്റെ ഇടയിൽ കൂടെ ഓടി നടന്ന യോഗത്തിനിടയ്ക്ക് വന്ന് ആ കുഞ്ഞിനെ അങ്ങ് എത്ര ദൈവദാസന്മാരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിനെ അവരുടെ ഭാവിയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിൽ അന്നത്തെ ദൈവദാസന്മാർ അതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവദാസന്മാരായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു ദൈവദാസൻ്റെ ഞാൻ ഓർക്കുന്നു, ആ ദൈവദാസൻ കൺവെൻഷന് പുള്ളിയോടുള്ള ഒരു സമുദായക്കാരനാണ്, അന്നൊരു യാക്കോബക്കാരനായിരുന്നു പുള്ളി. അവൻ എന്ത് ചെയ്തു, ഓരോരുത്തരുടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഓഫറ്ററി ഇതുപോലുള്ള ബക്കറ്റായിരുന്നു അത്, ഇങ്ങനെ ബക്കറ്റ് ഇങ്ങനെ കൺവെൻഷൻ്റെ സമയത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേപ്പറിൽ പൊഞ്ഞിട്ടൊരു തവളയെ പിടിച്ചിട്ടു. ദൈവദാസൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബക്കറ്റിലെയും ആ ബക്കറ്റിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് ആ പ്രായമുള്ള ദൈവദാസൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ തവള ചാടി നിമിത്തം പണ്ട് ഈ ബെഞ്ചുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാണല്ലോ സ്റ്റേജ് ഉണ്ടാക്കുന്നത്. ആ ബെഞ്ചുകൾ ചേർത്ത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പുണ്ട്. ദൈവദാസൻ ഒരു അത്യാവശ്യം അഭ്യാസിയൊക്കെയാണ്, പക്ഷേ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ആ തവള ദേഹത്തോട്ട് ചാടിയിട്ട് ഈ ദൈവദാസൻ പേടിച്ച് പുറമോട്ട് ചാടി ആൾക്കാരൊക്കെ ഒന്ന് ചിരിക്കുന്ന പരുവത്തിലായി. താൻ അവഹേളിക്കപ്പെട്ടു, താൻ വീണില്ല. ദൈവകൃപയാൽ ഈ ബെഞ്ചുകളൊക്കെ അനങ്ങി, താൻ വീണില്ല. താൻ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ പണ്ടൊരു അഭ്യാസിയായിരുന്നു താൻ, അതുകൊണ്ട് താൻ ചാടിയും വിരലിൽ ചാടിയൊക്കെ താൻ നിന്നു ബാലൻസിൽ, തറയെ വീണില്ല. തറയെ വീഴാൻ ആ പിശാച് ചെയ്തൊരു നാണം കെടുത്തുന്ന ഒരു പരിപാടി. താൻ അവിടുന്ന് ഒരൊറ്റ കാര്യം കൺവെൻഷനിൽ നിന്ന് പറഞ്ഞു. നമ്മൾ പറയും കരുണ കാണിക്കണ്ടേ, ക്ഷമിക്കണ്ടായിരുന്നോ എന്നൊക്കെ നമ്മളിപ്പം പറയുമെങ്കിലും ഞാൻ പറഞ്ഞില്ല, ആ ദൈവദാസനോട് ഒറ്റ കാര്യം പറഞ്ഞു, ഈ ഇട്ടവൻ ഈ തവളയെപ്പോലായി അവൻ ജീവിതകാലം മുഴുവനും നിരങ്ങി ജീവിക്കുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് ഇത് വിഴിഞ്ഞം താൻ ട്രിവാൻഡ്രത്ത് വലിയ കൺവെൻഷൻ നടത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞങ്ങളിതൊന്നും അറിയാതെ ഞാനും വേറൊരു ദൈവദാസനോട് ചേർന്ന് ഞങ്ങളുടെ ടീം തന്നെ പപ്പയുണ്ട്, ഞങ്ങളിങ്ങനെ പലയിടത്ത് വിഴിഞ്ഞത്ത് മീറ്റിംഗ് നടത്തുക. അവിടെ എല്ലാം പകലൊക്കെ ഭവന സന്ദർശനം, വൈകിട്ട് കൺവെൻഷൻ. ഭവന സന്ദർശനം ഇത് വൈകിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നോട്ടീസും ട്രാക്റ്റും ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഓരോ വീട്ടിൽ കയറിയപ്പോൾ ഒരു ഏരിയ അടുത്തപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ദൈവദാസൻ, പുള്ളിക്ക് പണ്ട് ഈ കാര്യം അറിയാം, പുള്ളി ആ ടീമിലായിരുന്നു പണ്ട്. പുള്ളിയോട് പറഞ്ഞു, ഞാൻ പാസിനെ ഒരാളെ കാണിച്ചു തരാം, താൻ മരിച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ കാണും താൻ എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ആ ഏരിയ കയറി പോയപ്പോൾ ആ വീട്ടിൽ ചെന്നു. നല്ലൊരു വീട്. പക്ഷേ ആ വീട്ടിലല്ല ആ മനുഷ്യൻ. എത്ര നാളെന്ന് വെച്ചാൽ നാറ്റം സഹിക്കുന്നത്. അവസാനം ആ മനുഷ്യൻ്റെ സ്വന്തം ഭാര്യയും മക്കളും ആ മനുഷ്യനെ പുറത്താക്കിയിട്ട് ആ വീട് അടച്ചിട്ട് ആ സഹോദരി അല്ലെങ്കിൽ ആ ചേച്ചിയെ ആ അമ്മയെ കാണാൻ പറ്റിയില്ല. ഇത് 10-20 വർഷം മുമ്പ് നടന്ന ആ വ്യക്തിക്ക് ആ സമയത്ത് 10-15 അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ഉള്ള മക്കളുണ്ട്. 50 വയസ്സോ 48 വയസ്സോ 50 വയസ്സൊക്കെ ഉണ്ട്. ആ 50 വയസ്സുള്ള മനുഷ്യനെ കിടത്തിയിരിക്കുന്നത് തൊഴുത്തിലാണ്. തൊഴുത്ത് പക്ഷേ കവർ ചെയ്തു, തൊഴുത്തിൽ പശുവില്ല, തൊഴുത്ത് കവർ ചെയ്ത് തൊഴുത്തിനോട് ചേർന്ന് റൂമുണ്ടാക്കി വീടിൻ്റെ പുറയിൽ. എന്നോട് പറഞ്ഞു, ഈ പുള്ളിക്ക് അറിയാം അവിടെ കിടക്കുന്നതെന്ന് അറിയാം. റൂമിൻ്റെ പുറയിൽ ചെന്നപ്പോൾ ഞങ്ങൾ അടുത്തപ്പോഴേ നാറ്റമാണ്. ഈ വെള്ളത്തിൻ്റെ അകത്ത് കിടത്തിയിരിക്കുക പുള്ളിയുടെ ശരീരം നോക്കിയാൽ മുഴുവൻ പൊള്ളിയ അവസ്ഥയിലാണ്. പൊള്ളിയതല്ല ശരിക്കും. ആ ദൈവദാസൻ അത് പറഞ്ഞപ്പം തൊട്ട് പുള്ളിയുടെ 2 കാലങ്ങ് തളർന്നു. 2 കാല് തളർന്നിട്ട് പുള്ളി അന്ന് തൊട്ട് എന്നും ആ നാട്ടുകാർക്കറിയാം. അവിടുത്തെ ഒരു അച്ചായനാണ്, ആ ദേശത്തെ ഒരു അറിയപ്പെട്ട ഒരു കുടുംബമാണ്. അവിടുത്തെ വലിയ മിടുക്കനായിട്ടും കവലയിൽ ഷൈൻ ചെയ്ത് നടന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഗേറ്റിൻ്റെ മുറ്റത്ത് എല്ലാ പ്രാവശ്യം ഈ ഒത്തിരി നാൾ അകത്തിരിക്കുമ്പോൾ അല്ലെ കാല് തളർന്ന് അകത്തിരിക്കുമ്പോൾ വിഷമമാകുന്നതിന് ഈ തവളെ പോലാണ് പിന്നെ പുള്ളിക്ക് നടക്കാൻ പറ്റിയുള്ളൂ. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചാടി നിരങ്ങി വന്ന് ഗേറ്റിലിരിക്കും. വൈകിട്ട് വരും ഗേറ്റിൽ ഇരുന്നിട്ട് പിന്നെ പോകുമായിരുന്നു തുടക്കത്തിൽ ചില വർഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ശരീരം അഴുകാൻ തുടങ്ങി.
പുള്ളി ഒരു 60% ബേണൊക്കെ ഉള്ള ഒരാൾ ശരീരത്തിലെ വെളുത്ത തൊലി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാർ, അതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ ഈ ബ്രൗൺ സ്കിന്നൊക്കെ പോയിട്ട് ഒരു വെളുത്ത അളിഞ്ഞ് അതുപോലെ പുള്ളിയുടെ ശരീരത്തിൽ തൊലി പൊഴിയാൻ തുടങ്ങി. തൊലി പൊഴിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര വേവാണ്. ആ വേവ് വരുമ്പോൾ പുള്ളി കിടന്ന് നിലവിളിക്കുകൊണ്ട് വേവ് വരാതിരിക്കാൻ പുള്ളിയെ വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുക. എന്തോ സലൈൻ വാട്ടർ ആയിരിക്കും, ഇൻഫെക്ഷനോട് വരാൻ പാടില്ലല്ലോ തൊലി തോൽ. അപ്പോൾ നാറ്റം എന്ന് പറഞ്ഞാൽ ശവം ചീഞ്ഞ് വരുന്ന നാറ്റം. ഞാൻ വ്യക്തിപരമായിട്ട് പോയി അത് കണ്ടതാണ്. എനിക്ക് തന്നെ അടുക്കാൻ പറ്റിയില്ല. ആ വ്യക്തി അങ്ങനെ വേദന കിടക്കുന്ന ഒത്തിരി നേരം കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ഞാൻ പോന്നു. ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ അതെൻ്റെ മനസ്സിൽ അതിങ്ങനെ വളരെ വേദനയായിരുന്നു. ആ ദേവദാസ് എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇതൊന്നും പ്രിപ്പയർ ചെയ്ത കാര്യമല്ല. ഈ ഭാഗം പറഞ്ഞു പോയപ്പോഴാണ്. ഓരോ ദൈവദാസന്മാർ അന്ന് ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അതുപോലെ അതങ്ങ് കേൾക്കും. അത്രയ്ക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ അന്നും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ എരിവ് കയറി പല തീരുമാനങ്ങളെടുത്തു. അങ്ങനത്തെ പല തീരുമാനങ്ങളിൽ ഞാനും അതിൻ്റെ അകത്തൊക്കെ തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും ബൈബിൾ പറയുന്നതെന്ന് വിചാരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുവാൻ ഞാനും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദുക്കളിൽ നിന്ന് നമ്മൾ പിന്നെ പല സംസ്ഥാനത്തിൽ പ്രവർത്തിച്ചു, കേരളത്തിലും പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് വിശ്വാസികൾ വരുന്നു, അവിടെ എല്ലാം അവർ നമ്മൾ സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്നാനപ്പെടുത്തി. പുതിയതായിട്ട് വിശ്വാസി വരുമ്പോൾ അവരെ ABC തൊട്ട് പഠിപ്പിക്കുവാൻ നമ്മളാണ് ബാധ്യസ്ഥ. ഓരോ കാര്യങ്ങൾ ഇതുപോലെ വാക്യപ്രതിവാക്യമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിപ്പിച്ചു വരുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, പാസ്റ്ററെ ഈ കേരള പെന്തിക്കോസ് എന്ന് പറയുന്നവർ, അങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനക്കാർ ചോദിക്കുന്നത്. കാരണം അവർക്കതേ അറിയത്തുള്ളൂ. ഇങ്ങനെ ചെയ്യും. അതിൻ്റെ അകത്ത് ബൈബിളിൽ എവിടെ പ്രമാണം? അതായത് പല കാര്യങ്ങൾ ചോദിച്ച ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ തന്നെ പണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് എത്ര പേരുടെ മീശ എടുത്തതെന്നറിയാം. റേസറും കൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ തന്നെ. കാര്യം എൻ്റെ വിചാരം പഴയ ദൈവദാസന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഒത്തിരി വിശ്വാസികളെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം, മീശ ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ നിമിത്തം സഭയിൽ താടിയോ മീശയോ രണ്ടും അനുവദിക്കാത്ത ദൈവദാസ. അത് ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലും ഞാൻ പറഞ്ഞില്ലേ, ഷർട്ട് തേക്കത്തില്ല, ബട്ടൺസ് ഇടത്തില്ല. എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞു മൊട്ടയടിക്കും. ആത്മീയം കൂടുമ്പോൾ എനിക്ക് മുടി ഉണ്ടല്ലേ സ്റ്റൈലായിട്ട് ചെയ്യുന്നത്, മൊട്ടയടിക്കും. ഇത് ഒന്നല്ല. ഞാൻ പറഞ്ഞു, ഇതൊരു വ്യക്തിപരമായ ഒരാളുടെ തീരുമാനമായിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തൊട്ട് എന്തും വ്യക്തിപരമായ ഒരാളുടെ തീരുമാനമായിക്കോട്ടെ. നമ്മൾ വചനം കൂടുതൽ പഠിച്ചു വരുമ്പോഴാണ് കർത്താവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിനുൾപ്പെടെ, ഈ ഫോട്ടോയ്ക്കകത്തുള്ള യേശുവിന് താടിയുള്ളതുകൊണ്ടല്ല ഞാനീ പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരങ്ങനാണ്. അവരാരും അന്നത്തെ ക്ലീൻ ഷേവ് ചെയ്യത്തില്ല. നമുക്ക് ഈ ക്ലീൻ ഷേവ് ഒക്കെ കിട്ടിയത് സായിപ്പന്മാരാണല്ലോ. ഇവിടെ നമ്മൾ ആദ്യം കുക്ക് സാഹിബിനെ കാണുന്നു, അതിൻ്റെ മുമ്പ് നാഗൽ സാഹിബിനെ കാണുന്നു. ഇവിടെ വന്ന് മിഷണറിമാർ, അവരുടെ എല്ലാം യൂറോപ്പിലെയും അമേരിക്കയിലെയും സ്റ്റൈൽ അങ്ങനെ. അതിന് വിശ്വാസിയാകണം എന്നില്ല. അവിടുത്തെ ദേശത്തിലെ ആൾക്കാരെല്ലാവരും അങ്ങനെയാണ് നടക്കുന്നത്, അല്ലെ 90% അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മളത് വേർപാടിൻ്റെ ഒരു ഭാഗമാക്കി. അത് ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്. ഇതുപോലുള്ള എത്ര വിഷയങ്ങൾ ഒരാൾ എരിവ് കയറി, അല്ലെങ്കിൽ എന്നോട് ദൈവാത്മാവ്, ഇപ്പം എനിക്ക് ഒത്തിരി വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ട്. ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം, ഇത്ര ശതമാനമാണ് ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് കുറേയൊക്കെ പാലിക്കുവാൻ കർത്താവ് ഇന്നും സഹായിക്കുന്നു. അത് എന്നോട് ദൈവം നേരിട്ടൊരു ഇടപെട്ട ഒരു വിഷയമാണ്. വേറെ പല വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായ തീരുമാനം കാണും. ഞാൻ ഇന്നേ വരെ അത് ബൈബിളിൽ നിന്നൊരു വാക്യം എടുത്ത് നിങ്ങളെ ആരെങ്കിലും, എൻ്റെ വ്യക്തിപരമായ തീരുമാനം എൻ്റെ കുടുംബത്തിനറിയാം. എൻ്റെ മക്കളോട് പോലും ഞാനതൊരു പരുവം വെച്ച് വരെയും എനിക്കത് പറയാൻ അവകാശമുള്ളൂ. കാര്യം അവരെ വിളിച്ച വിളി അനുസരിച്ച് അവർ ശുശ്രൂഷയിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് അവരോട് ഇടപെടുവാണെങ്കിൽ ആ കാര്യം. പക്ഷെ ബൈബിളിൻ്റെ അകത്തുള്ള ഒരു കാര്യം ഉപദേശമായിട്ട് ഞാൻ പഠിപ്പിച്ചാലേ പറ്റൂ. ആൾക്കാർ വന്നാലും വന്നില്ലേലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ബൈബിളിൻ്റെ അകത്ത് അതേ എനിക്ക് ഉപദേശമായിട്ട് പഠിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ എരിവ് കയറി കഴിഞ്ഞ നാളുകൾ നമ്മുടെ കേരളത്തിലും എടുത്ത ഒത്തിരി തീരുമാനങ്ങളുണ്ട്. ഇതിപ്പോഴും ഇവിടെ തുടങ്ങിയതല്ല, ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. എരിവ് കയറി ആ കാലഘട്ടത്തിലുള്ള 2 വിഷയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എരിവ് കയറി എടുക്കുന്ന തീരുമാനത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്, അല്ലെങ്കിൽ അതിനധികം കാലം നിലനിൽക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് എത്ര പേര്, എൻ്റെ വിശ്വാസികൾ തന്നെ, ഞാൻ സ്നാനപ്പെട്ടവർ തന്നെ, ഹിന്ദുക്കളിൽ നിന്ന് വന്നവരും മറ്റുള്ള പല അവർ ചോദിക്കും, പാസ്റ്ററെ എവിടുന്ന്? അപ്പോൾ എനിക്കിപ്പം പറയാൻ പറ്റും. പലപ്പോഴും പാസ്റ്റർമാർ പറയും, പണ്ട് തൊട്ട് നമ്മൾ അങ്ങനെ
ചിലർ പറയുന്നത് അങ്ങനെ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പാസ്റ്റർമാർ. പണ്ട് തൊട്ട് നമ്മളങ്ങനെ പിതാക്കന്മാർ തൊട്ട്, നമ്മൾ പിതാക്കന്മാരെന്ന് പറയാൻ ഇത്ര വർഷങ്ങൾ കേരളത്തിലായിട്ടുള്ളൂ വിശ്വാസികളായിട്ട്. ടോട്ടലി നമ്മുടെ പൂനായിലെ രമാബായി മുക്തി മിഷൻ്റെ അവിടെ അഭിഷേകം പ്രാപിച്ച് തൊട്ട് നോക്കി ഒരു 120 വർഷമായി കാണും. കേരള പെന്തിക്കോസ് നോക്കി ഒരു 100, 103, 102 ഒക്കെ ആയിട്ടുണ്ട്, അല്ല 105 ഒക്കെ ആയിട്ടുണ്ടായി ആദ്യമായിട്ട് ഇവിടെ അഭിഷേകം പ്രാപിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളല്ലോ പെന്തിക്കോസിൻ്റെ പഴക്കം നമുക്കിവിടെ പറയാൻ. അപ്പം നമ്മുടെ ഇവിടെ ഉപദേശിമാർ പറയുന്ന രീതി, അല്ലെ സഭകൾ പറയുന്ന രീതി, നമ്മുടെ സഭയിൽ ഇതാ നിയമം. നമ്മുടെ അങ്ങനെ ഒരു ദൈവദാസൻ പഠിപ്പിക്കണമെങ്കിൽ അതിന് പിതാക്കന്മാർ തൊട്ടല്ലേ എന്നെ വചനം പഠിപ്പിച്ച ആൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അങ്ങനെ പറയുവാൻ എനിക്കാട്ട് നിങ്ങൾക്കാട്ട് പ്രമാണമില്ല. നമ്മൾ പറയണമെങ്കിൽ ഒരു സാധനം പഠിപ്പിക്കൽ എരിവ് കയറി പറയല്ല. എരിവ് കയറി പറയുമ്പോൾ ഉള്ളതിൻ്റെ പ്രോബ്ലംസാണ് അപ്പോസ്തലൻ തിമോത്തിയോസ്. ഞാൻ പറഞ്ഞില്ലേ, പൗലോസിന് ഇതൊക്കെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാം, പൗലോസ് അതൊക്കെ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കാനും അറിയാം. പക്ഷേ തിമോത്തിയോസിനോട് പറയുക, നീ അവരെ പഠിപ്പിക്കണം. താഴോട്ട് വരുമ്പോൾ ആ മനസ്സാക്ഷിയിൽ ചൂട് പിടിച്ച് ആ വാക്യം ഒന്നൊന്ന് വായിച്ചേ. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് അന്ന് എരിവ് കയറി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ ഒരു 100 കാര്യം വേണം ലിസ്റ്റ് വെച്ച് ഞാൻ പറയാം. പണ്ട് തൊട്ട് എരിവ് കയറി പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വചനത്തിലുള്ളത് അനുസരിച്ചാലേ പറ്റൂ. വചനത്തിലുള്ളതിൽ നിന്ന് നമ്മൾ ന്യായവിദൂഷത്തിൽ വി ആർ ക്വസ്റ്റ്യനബിൾ, നമ്മളെ ദൈവം ന്യായം വിധിക്കുന്നുണ്ട്. വചനത്തിൻ്റെ അകത്തുള്ളത് അനുസരിച്ചാലേ പറ്റൂ. എരിവ് കയറി മനസ്സാക്ഷി ചൂട് പിടിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഈ തുടക്കത്തിലാണ് ഈ എരിവ്. പൊതുവേ ആൾക്കാർ പറയുന്ന ഒരു പറച്ചില്ല, വിശ്വാസികൾ വരുമ്പോൾ അവനിപ്പം പുതിയ വിശ്വാസിയാണ്, അതുകൊണ്ടാണ് ഭയങ്കര എരിവ്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഒരു പഴയ പദം ഉണ്ടായിരുന്നു ദൈവമക്കളുടെ ഇടയ്ക്ക് പറയാൻ, ഇച്ചിരി കഴിഞ്ഞ് അവൻ്റെ തലയിൽ ഐസ് വീരും എന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, തണുക്കും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കുറേ വിശ്വാസി വരുമ്പോൾ ഞാൻ കർത്താവിലെ ആശ്രയിക്കത്തുള്ളൂ, ഞാൻ മരുന്ന് ഉപയോഗിക്കത്തില്ല. വിശ്വാസി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഞാൻ ദൈവത്തിന് വേണ്ടി നിന്ന് സഹിക്കും, ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ ജോലി സ്ഥലത്ത് ഞാൻ ഉള്ളത് തുറന്ന് പറയും, എൻ്റെ തീരുമാനം ഇന്നതാ, എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറയും. ഇച്ചിരി കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവരെ തന്നെ കാണാം ജോലി സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്യുന്ന കാണാം. ഇച്ചിരി കഴിഞ്ഞ് പല വിഷയത്തിന് കോംപ്രമൈസ് ചെയ്യുന്ന കാണാം. കൂട്ടുകാർ പോകാതിരിക്കാൻ, കുടുംബക്കാർ പണ്ട് വേർപാട് നിമിത്തം നമ്മൾ പോകാതിരുന്ന ഫങ്ഷൻസിനൊക്കെ പിന്നെ പോകുന്നത് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ആ എരിവും തീരുമാനവും ഒക്കെ രക്ഷിക്കപ്പെട്ട സമയത്തെ ആൾക്കാർക്ക് കുറഞ്ഞു വരും. കാരണം ആ തീരുമാനങ്ങൾ എടുത്തത് എരിവിലാണ്. എരിവിലെടുത്ത തീരുമാനം, എരിവ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് മനസ്സാക്ഷിയിൽ ചൂട് പിടിച്ച് ചിലർ ആ കാലഘട്ടത്തിൽ ചെയ്ത ഒരു കാര്യമാണ് വിവാഹം വിലക്കുക. നമുക്കറിയാം ഇന്നും ചില സഭകളുണ്ടല്ലോ വിവാഹം വിലക്കുന്ന സഭകൾ നമുക്കറിയാം. അതിൽ ഞാൻ ഒത്തിരി സ്നേഹിതർ എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സീനിയർ ദേവദാസി ആ സഭയിൽ എഴുതിയാൽ പുസ്തകം പബ്ലിഷ് ചെയ്യത്തില്ല, അതുകൊണ്ട് പുള്ളി വേറൊരു നമ്മുടെ സഭയിലെ ഒരു വിശ്വാസിയെ കൊണ്ട് പബ്ലിഷ് ചെയ്യിപ്പിക്കാൻ ആ സഭയുടെ പാസ്റ്റർ കൊണ്ടുവന്നു. ഞങ്ങൾ ഒന്നിച്ച് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്തു. സീനിയർ ദേവദാസിനെ പ്രായമുള്ള ആളാണ്. ഞങ്ങൾ ഒന്നിച്ച് ലഞ്ച് കഴിച്ചു. അത്രയും സമയം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ ദേവദാസിനോട് ചോദിച്ചു, പാസ്റ്ററെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. പറയുവാൻ വാക്കുകളൊന്നുമില്ല പുള്ളിക്ക്, കാരണം ബൈബിളിൽ അത് അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ബൈബിളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാലേ ഒരാൾ കർത്താവിൻ്റെ സഭാ അധ്യക്ഷൻ എങ്ങനെ ആയിരിക്കണം, ഏക ഭാര്യയുടെ ഭർത്താവും കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഡിസിപ്ലിൻ ചെയ്യുന്നവൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ എങ്ങനെ സഭയെ പരിപാലിക്കും? ഹൗ വിൽ ഹി ഡിസിപ്ലിൻ ദ ചർച്ച്? അതുകൊണ്ട് കുടുംബമില്ലാത്ത ഒരാൾക്ക് ഞാൻ വിചാരിച്ചോ, ഞാനിപ്പം കുടുംബസ്ഥനല്ല എന്ന് വിചാരിച്ചോ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ എന്നോട് വന്ന് പറയുമ്പോൾ ഇപ്പോൾ ടീനേജ് ഇഷ്യൂസ് ഉണ്ട്. പിള്ളേർ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർ അഡോളസെൻ്റ് പ്രായത്തിൽ അവർ കടന്നു പോകുന്ന പിരിമുറുക്കങ്ങളും അവരുടെ മനസ്സിൽ കൂടി വരുന്ന ചിന്ത. കല്യാണം കഴിക്കാത്തൊരു പാസ്റ്ററിന് എങ്ങനെ അറിയാം? കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഉണ്ടാകുന്ന പല പ്രോബ്ലംസ് ഉണ്ട്. അതിലൊരു പ്രധാന പ്രോബ്ലമാണ് ആ ഭവനത്തോട് ചേരാൻ ഇച്ചിരി സമയമെടുക്കും. ആ സമയത്തുണ്ടാകുന്ന അമ്മായിമ്മ മരുമക്കൾ പോര് കാണും, മരുമോൻ അമ്മായപ്പൻ പോര് കാണും, അളിയന്മാർ തമ്മിലുള്ള പോര് കാണും. അവിടെയൊക്കെ കൃപയോടുകൂടി നിൽക്കുവാനും പലപ്പോഴും അമ്മ പറയുന്നതും കേൾക്കണം, ഭാര്യ പറയുന്നതും കേൾക്കണം. രണ്ടുപേരും പറയുന്നത് സജഷനായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു തീരുമാനം എടുക്കുകയുള്ളൂ രക്ഷ. പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നുള്ള അതൊരു നാക്കാണ്, അല്ലെങ്കിൽ ഒരു ജ്ഞാനമാണ്, അതൊരു പരിജ്ഞാനമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത്. അപ്പം അവിടും ദൈവത്തിൽ തീരുമാനമെടുക്കുവാൻ ഉള്ള ഒരു ആലോചന ഒരു ദൈവദാസൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ദൈവദാസനും ഇതിൽ കൂടെയൊക്കെ കടന്നു വന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലേ? കത്തോലിക്ക അച്ഛന്മാരോട് പലപ്പോഴും ചോദിക്കും, നിങ്ങൾ ഈ കുടുംബത്തെയും ടീനേജിനെയൊക്കെ കൗൺസിൽ സ്ഥിരം ചോദിക്കുന്ന ഈ ടി വിയിലൊക്കെ പ്രോഗ്രാംസ് ഉള്ളപ്പോൾ പോലും ആൾക്കാർ ചോദിക്കുകയാണ്, അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ പഠിച്ചതാ മോളെ എന്നൊക്കെ പറഞ്ഞ് കാപ്പിപ്പൊടി അച്ഛനാണെങ്കിലും മറ്റുള്ള അച്ഛന് പഠിച്ചേ അവർക്ക് പറയാൻ പറ്റും.
കുടുംബജീവിതത്തെപ്പറ്റി കുറേ പുസ്തകങ്ങൾ വായിച്ചും സൈക്കോളജി അല്ലെ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിങ്ങിനെ പറ്റി കുറേ പുസ്തകങ്ങൾ വായിച്ച് പുസ്തകങ്ങളുടെ അകത്ത് എപ്പോഴും ഞാനും 2 കോഴ്സ് കൗൺസിലിംഗ് ചെയ്താണല്ലോ. പുസ്തകങ്ങളുടെ അകത്ത് എപ്പോഴും കേസ് സ്റ്റഡീസ് ഉണ്ട്. അനേക 100 അല്ലെങ്കിൽ 100 കണക്കിന് കേസ് സ്റ്റഡി. അതിൻ്റെ പരീക്ഷ നമ്മൾ എഴുതുമ്പോൾ മുഴുവനും കേസ് സ്റ്റഡിയാണ്. നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ന കേസിൽ നിങ്ങൾ പറയുന്ന ആലോചന എന്തുവാ. അപ്പോൾ ഈ കേസ് സ്റ്റഡി 100 കണക്കിന് കേസ് സ്റ്റഡി വായിച്ചിട്ട് അവർക്ക് മാച്ച് ചെയ്യാം. ആ കേസ് പോലാണല്ലോ ഈ കേസ്, അതുകൊണ്ട് ഈ ആലോചന പറയാം, ബുദ്ധിയിലുള്ള ആലോചനയെ പറയാൻ പറ്റും. പക്ഷേ അതിൽ കൂടെ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സഭാ അധ്യക്ഷൻ എങ്ങനെ ആയിരിക്കണം? ഏക ഭാര്യയുടെ ഭർത്താവും. സ്തോത്രം, അല്ലല്ലേ. അതുകൊണ്ട് നമ്മൾ പൊതുവേ കാണുമ്പോൾ പൗലോസിൻ്റെ കൂടെ എപ്പോഴും അക്വിലാസോ പ്രിസ്കില്ലയോ അല്ലെങ്കിൽ മറ്റുള്ള തിമോത്തിയോസോ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങൾ, പ്രായമുള്ള സഹോദരിമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഓരോ ദേശത്തെ പ്രവർത്തികൾ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. പൗലോസ് അതുകൊണ്ട് അധികം സഭാ ശുശ്രൂഷ ചെയ്യാതെ, പൗലോസ് അല്ല ഇത് പഠിപ്പിച്ച പൗലോസ് അതിന് വിപരീതമായിട്ട് ചെയ്യത്തില്ലല്ലോ. അടുത്ത ഒരാളെ ഒരു സഭ ഒരു ഏകദേശം അല്ല ആൾക്കാർ മുൻപോട്ട് വരുമ്പോൾ അടുത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് പൗലോസ് മുൻപോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു സഭ അധ്യക്ഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ചില സഭകൾ അല്ലെങ്കിൽ ആ സഭയുടെ സ്ഥാപകർ 2 പേരാണല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ, സഭാചരിത്രം അറിയാവുന്നവർക്ക് ഈ പറയുന്ന സഭയുടെ ഇതുപോലെ തന്നെ പല സഭകളുണ്ട് കേട്ടോ. ചൂട് പിടിച്ച് വിദേശത്തൊക്കെ ഈ സഭയുടെ ടീച്ചിങ് തന്നെയുള്ള പല സഭകളുണ്ട്. അതിൻ്റെയൊക്കെ പേരുകൾ അറിയാം. അപ്പം അവിടെ ഒക്കെ വിവാഹം അവർ വിലക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ സഭ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വേല നിനക്ക് ചെയ്യണമെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആ സഭ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വിവാഹം കഴിച്ച ഒരു കുടുംബം മുൻപോട്ട് വരിക. ചെറുപ്പക്കാരായിക്കോട്ടെ, എനിക്കൊരു കുടുംബത്തെ ഇവിടെ പുത്തൻകുരിശിൽ അറിയാം. 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 3 കുഞ്ഞുങ്ങളുള്ള ഒരു 48 വയസ്സ് 50 വയസ്സിൻ്റെ അടുക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവോട് ആ സഭയിൽ ചെല്ലുന്നത് കർത്താവിൻ്റെ വേല ചെയ്യാൻ. ഭർത്താവിനെ വേറൊരു ഫെയ്ത്ത് സ്ഥലത്ത് വിട്ടു, ഭാര്യയെ നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് വിട്ടു, മക്കളെ 3 പേരെ 3 സ്ഥലത്ത് വിട്ടു. കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ ആ കുടുംബത്തെ എന്ത് ചെയ്തു? ഇതിവിടെ പുത്തൻകുരിശിൽ നടന്ന കാര്യമാണ്, ഞങ്ങൾക്ക് കുടുംബമായിട്ട് അറിയാവുന്ന ഒരു കുടുംബം. ആ സഭ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇതൊക്കെ എവിടെ നിന്ന്? വചനത്തിൽ വ്യവസ്ഥയുണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപെടുത്താൻ വ്യവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എരിവ് കയറി സഭയിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അത് എരിവ് കയറി. ഇതാണ് സഭയുടെ തീരുമാനം. അപ്പോൾ പലരോട് ഞാൻ പലപ്പോഴും ആൾക്കാർക്ക് ചോദ്യമില്ല, അതിനെപ്പറ്റി അറിയാതെ വരുമ്പോൾ ഞങ്ങളുടെ സഭയുടെ നിയമം ഇതാണ്, അപ്പോൾ ഈ സഭയിൽ വരണമെങ്കിൽ ഇതാണ് നിയമം. അങ്ങനെ പറയാൻ വചനത്തിലൊരു പ്രമാണമില്ല. ഞങ്ങളുടെ സഭയും നിങ്ങളുടെ സഭയൊന്നും സ്വർഗത്തിലില്ല. അതുകൊണ്ട് എരിവ് കയറി പറയാതെ, സ്തോത്രം, ഇവിടെ എരിവ് കയറി ചിലരെ എന്ത് ചെയ്തു? വിവാഹം വിലക്കി. അടുത്തത് പിന്നെ എന്തുവാ? വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിച്ചു. സ്തോത്രത്തോടുകൂടി അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജനങ്ങൾ. നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട ആഹാരമല്ല വസ്ത്രധാരണ. ഞാൻ പറഞ്ഞല്ലോ 2 കളറുള്ള എന്നുണ്ട്, അത് 2 കളറുള്ള ചെക്ക് ഷർട്ട്, ഇതൊക്കെ 2 കളറുള്ള. കുറേയൊക്കെ ഇപ്പം പ്രിൻ്റഡാണ്, പക്ഷേ വോവണ്ണുണ്ട്. പഴയ നമ്മൾ കതർ പോലുള്ളതിൻ്റെ അകത്ത് പല കളറ് വരുമ്പോൾ അപ്പം അങ്ങനത്തെ ഡ്രസ്സസ് ഇസ്രായേൽ മക്കൾക്ക് ഇടാൻ പാടില്ല, പ്രമാണമാണ്. സഹോദരിമാർ പല സമയത്തും അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് ആലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഊനമുള്ളവൻ, അംഗവൈകല്യമുള്ളവൻ, എന്തെങ്കിലും ശരീരത്തിന് ക്ഷീണമുള്ളവൻ ആലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഇതുപോലുള്ള എത്ര കുഷ്ഠരോഗി ആലയത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല, അല്ല ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരാൻ പാടില്ല. ഇതുപോലുള്ള ഒത്തിരി കട്ടിയായ പ്രമാണങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആഹാര പ്രമാണവും അവർക്കുണ്ട്. അവർക്ക് പന്നി, പോർക്ക് കഴിക്കാൻ പാടില്ല. അവർക്ക് നെയ്മീൻ, ചൂര, കേര, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീനുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഈ അറേബ്യൻ തീരത്ത് അല്ലെങ്കിൽ കൊല്ലം നീണ്ടകരയാണെങ്കിലും അവിടെയൊക്കെയാണല്ലോ മീനുള്ളത്. ഈ കൊച്ചി ആണെങ്കിലും കോഴിക്കോട് ബീച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ കടലിൽ അടുക്കുന്നതാണ് ഈ ഇതുപോലുള്ള അയില പോലുള്ള അല്ലെങ്കിൽ ചൂര, നെയ്മീൻ, ട്യൂണ ഫാമിലി എന്ന് പറയും. നെന്മീൻ തൊട്ട് അതിൻ്റെ അകത്ത് പല കളറിലുള്ള മീറ്റുള്ളവരുണ്ട്. കേര നമ്മൾ പറയും. കേരയൊക്കെ എത്ര ഡിമാൻഡുള്ള. ഇതൊക്കെ നമ്മൾ ഇന്നും കഴിക്കുന്നില്ല. പഴയ നിയമ പ്രമാണം അനുസരിച്ച് ചെതുമ്പൽ ഇല്ലാത്തത് കഴിക്കാൻ പാടില്ല. ചെമ്മീൻ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് പല മൃഗങ്ങൾ കഴിക്കാൻ പാടില്ല. കുളമ്പ് പിളർന്നതും അല്ലെ അയവിറക്കുന്നതുമായിട്ടുള്ളത് മാത്രം, അങ്ങനത്തെ മൃഗങ്ങളുടെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഴയ നിയമത്തിലെ പ്രമാണമാണ്. പക്ഷേ ബൈബിളിൻ്റെ അകത്ത് പുതിയ നിയമത്തിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഭാഗം അത് റെക്കോർഡിങ്ങിലും ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ നിങ്ങളോട് സ്ഥിരം ചോദിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പോർക്ക് കഴിക്കാൻ പാടുണ്ടോ?
പന്നിയെ കഴിക്കാൻ പാടുണ്ടോ എന്ന് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ല, അത് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോഴാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. എങ്കിലും നമ്മൾ പഠിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ പറയാം. കാര്യം ഇവിടെ ചിലർ എരിവ് കയറി ഇന്ന ഭക്ഷണം ദൈവമക്കൾ കഴിക്കാൻ പാടില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരമായിട്ടും അത് ചേർന്ന് നമ്മൾ പഠിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുക, അപ്പോസ്തല പ്രവൃത്തിയിൽ 15-ാം അധ്യായത്തിൽ 2 സ്ഥലത്തും റെഫറൻസ് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ 1 സ്ഥലത്തും അവിടെ എഴുതിയിരിക്കുന്നത് രക്തം, ശ്വാസം മുട്ടിച്ചു കൊന്നത്, വിഗ്രഹാർപ്പിതം, പിന്നെ പരസംഗം. ഇത് ഉപേക്ഷിക്കണം. ഇതൊഴികെ ബാക്കിയുള്ളതൊക്കെ കഴിക്കാം. ഇത് നിങ്ങൾ വർജിക്കുന്നത് നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ശുഭം വരത്തില്ല, നിങ്ങൾക്ക് നന്നല്ല എന്ന് വ്യക്തമായിട്ട് 3 സ്ഥലത്താണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന. ആകപ്പാടെ ഫുഡിനെ പറ്റി എഴുതിയിരിക്കുന്ന, കഴിക്കാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് മെയിനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നോട്ട് ചെയ്യുവാണെങ്കിൽ 15-ന്റെ 20-ഉം 29-ഉം, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ 25. ഈ 3 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ സഭയോട് ഉപദേശം കൊടുക്കുമ്പോൾ, ആദ്യകാല സഭകളോട് ഉപദേശം കൊടുക്കുമ്പോൾ രക്തം, ശ്വാസം മുട്ടിച്ചു കൊന്നത്, വിഗ്രഹാർപ്പിതം. ഫുഡിൻ്റെ കാര്യത്തിൽ അതാണ്. കൂട്ടത്തിൽ പരസംഗമുണ്ട്. ഇത് നിങ്ങൾ വർജിച്ചാൽ അപ്പോസ്തലൻ പറഞ്ഞു നിങ്ങൾക്ക് നന്ന്. അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിന്നാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ, നിങ്ങൾക്ക് നന്നല്ല എന്നതിൻ്റെ എൻ്റെ അർത്ഥം. അപ്പം അതിനകത്ത് ശ്വാസം മുട്ടിച്ചത് വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട്. അതുകൊണ്ട് ശ്വാസം മുട്ടിച്ചോർണത്തിനെ കൊല്ലുവോ, അല്ലെങ്കിൽ ഞാൻ വടക്കിൻ്റെയിലൊക്കെ പല സംസ്ഥാനത്തിൽ, തമിഴ്നാട്ടിൽ പോലും ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ബായിമാർ ഇവിടെ വരുന്നുണ്ട്, നിങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചോണം. കോഴിയെ വാങ്ങിക്കാൻ പോകുമ്പോൾ ബായിമാർ സ്ഥിരം പരിപാടിയാണ് ഈ പരിപാടി. അവർക്ക് ഇതിന് പ്രമാണമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വടക്കിൻ്റെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രക്തം കട്ടയാക്കി ലിവർ പോലും എല്ലാ ബാറിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് കാണാം. ഈ കബാബ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ ലിവർ ഫ്രൈ. ലിവർ അല്ല സാധനം, രക്തമാണ്. അതിൽ ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് ഞാൻ ഈ കബാബ് വാങ്ങിക്കാറുണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ്. ഞാനൊരു ദിവസം പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്ക് എന്തോ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ പാസ്റ്റാന്ന് ഞാനൊന്നും പറഞ്ഞില്ല. അവരൊരു ഗ്രാമത്തിൽ നിന്ന് ആരാണ്ട് വന്ന് ഇവിടെ കൊണ്ട് വെച്ച് വിൽക്കുക. എന്നോട് പറഞ്ഞു നിങ്ങൾക്കിത് കഴിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ എന്നോട് എന്തുവാ ചോദിച്ചു, പറഞ്ഞു പാസ്റ്റാന്ന്. അയ്യോ കഴിക്കാൻ പാടില്ല. അവർക്കറിയാം, ഹിന്ദുക്കളാണ്, അവർക്കറിയാം നിങ്ങൾക്ക് രക്തം കഴിക്കാൻ പാടില്ല എന്നറിയാം. അത് കഴിക്കുന്നവർ ഒത്തിരി വേണം കുടിക്കുക. രക്തം ജെല്ലി പോലാവും കട്ടയാക്കിയിട്ട് അതിങ്ങനെ മുറിച്ച് വറുത്ത് വരുമ്പോൾ അസൽ നമ്മുടെ ബീഫ് ലിവർ പോലെ ഇരിക്കും. കട്ട നല്ലപോലെ കരിയാപ്പിലയും കുരുമുളകും ഒക്കെ ഇട്ട് ഇങ്ങനെ വറുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഓരോരുത്തർ അതിൽ നിന്ന് ഓരോ പൊതി ടച്ചിങ്സ് എന്നുള്ള രീതിയിലായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇതൊക്കെ യൂറോപ്പിലും കഴിക്കും. ഇവിടെ ഇങ്ങനെ ലിവറായിട്ട് ലിവർ പോലെ വറുത്ത് കഴിക്കുന്ന ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് കാണും. അതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കും, ഞാൻ സഭയെ പഠിപ്പിക്കും. കാര്യം അവിടെ ഉള്ള വിശ്വാസികൾ തെറ്റിപ്പോകാതിരിക്കാനും അവിടെ അത് കോമൺലി അവൈലബിളാണ്. ഫാസ്റ്റ് ഫുഡ് ഈ റോഡ് സൈഡിലെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിലല്ലേ ഈ സാധനം അവൈലബിൾ ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് അവിടെ പഠിപ്പിച്ചു. അവിടെ ഞാൻ കണ്ട വേറൊരു കാര്യം അത് ഇവിടും കാണിക്കും. നമ്മൾ കോഴിയെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാമോ, ഈ കോഴിക്കടയിലെല്ലാം രാത്രിയിൽ നിങ്ങൾ കഴുകുന്ന പലരും പരിചയമുള്ളവരുണ്ട്. നമ്മൾ രാത്രി ലേറ്റായിട്ട് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇവർക്ക് വലിയ പാടാണ്. ഹോസ് വെച്ച് ഈ കോഴിക്കടയിലെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോർ അടിച്ചിട്ടുണ്ട്. കടമുറി ആയതുകൊണ്ട് അതേ ചെയ്യാൻ പറ്റുമോ, അവർക്ക് കിണർ കുഴിക്കാൻ പറ്റില്ലല്ലോ. മോട്ടർ വെച്ചിട്ടുണ്ട്. അവരത് നല്ല ചീറ്റി ടൈൽസ് ഇടുന്ന കാണാൻ കോഴിക്കടയിലൊക്കെ. ഓരോ വട്ടവും കോഴിയെ കൊല്ലുമ്പോൾ കോഴി കിടന്ന് കാണിക്കുന്ന മരണവെപ്രാളത്തിന് ആ രക്തം അവിടെ എല്ലാം തെറിക്കും. ഇവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന രക്തം നാറുമല്ലോ. ഈ ദിവസത്തിൻ്റെ അവസാനം വരുമ്പോൾ ഈ രക്തം നാറും. അതിന് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയായി, ഇപ്പം ഒരു പോറിൽ അങ്ങോട്ട് പോറിച്ചിട്ട് മറ്റേ നീല ബാരലിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് അടപ്പ് വെച്ചങ്ങ് അടയ്ക്കും. കടന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് അടിക്കും. അത് പക്ഷേ ആ പോറിക്കുകയും അതിൻ്റെ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ആ മതിലേലെല്ലാം തെറിപ്പിക്കും. അടുത്തിരുന്ന് നമ്മളും ചേർന്നിരുന്നത് നമ്മുടെ ഡ്രസ്സയിലും ആവും. ആരോഗ്യമുള്ള കോഴികളും ഉണ്ട്. ഈ ബ്രോയിലർ കൂടുതലും അങ്ങനെ ഒത്തിരി ബഹളം ഉണ്ടാക്കത്തില്ലെങ്കിലും കാണിക്കും. നാടൻ കോഴിയാണെങ്കിൽ നാടൻ കോഴി കഴുത്ത് നിങ്ങളൊക്കെ കൊന്നിട്ടുള്ള ഞാൻ സ്ഥിരം കോഴിയെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് അപ്പം കോഴിയെ കൊണ്ടു കഴിഞ്ഞാൽ ഗിരിരാജ് പോലത്തെ കോഴിയൊക്കെ നമ്മൾ പകുതി കഴുത്ത് പോറിച്ച് കഴിഞ്ഞാൽ അതും കൊണ്ട് ഓടിയിട്ടുണ്ട് അയ്യ മുഴുവൻ. അത്രയ്ക്ക് ആരോഗ്യമാണ് ഗിരിരാജ് എന്നൊക്കെ പറയുന്ന കോഴിക്ക്, അത്ര ആരോഗ്യം. അത് കിടന്ന് അതിൻ്റെ വെപ്രാളമാണ് കാണിക്കുന്നത്. പക്ഷേ ബൈബിളിലെ പ്രമാണം എന്തുവാ, ആ രക്തം മുഴുവനും വാർന്നു പോകണം. രക്തം കഴിക്കാൻ പാടില്ലെന്ന് ബൈബിൾ നമുക്ക് ദൈവം പ്രമാണം തന്നിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, രക്തം ശ്വാസം മുട്ടിച്ചു കൊന്നത്. അപ്പം ഈ പന്നിയെ കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലെന്ന് ഇപ്പോൾ ചില ദേശങ്ങൾ കഴിക്കത്തില്ല. ഞങ്ങളുടെ അവിടെ ഒന്നും പന്നിയെ കഴിക്കത്തില്ല. പക്ഷേ എറണാകുളം, കൊച്ചിയിലും തൃശ്ശൂരും കഴിക്കും. ബൈബിളിൽ ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, കഴിക്കുമോ, കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കുന്നതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല, സ്തോത്രത്തോട് കഴിക്കാം. പക്ഷേ അതെങ്ങനെയാണ് കൊന്നത് എന്നൊന്ന് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞില്ല, ലോക്കലായിട്ടൊക്കെ ഈ മുസ്ലിംസ് കൊല്ലുന്നതൊക്കെ ഹലാലാണ്. ഹലാൽ എന്ന് പറയാൻ അവർക്കും ഈ പഴയ നിയമ പ്രമാണം ഉള്ളതുകൊണ്ട് അവർ കഴുത്തറുത്ത് രക്തം പോയിട്ടേ അവർ കൊല്ലത്തുള്ളൂ. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭായിമാർ കൊല്ലുന്ന ഒരു രീതിയുണ്ട്. ഈ കോഴി തെറിക്കാതിരിക്കാൻ ഞാൻ കണ്ടിട്ടതാണ്. ഇങ്ങനെ 2 വിരൽ പിടിച്ച് ഒരു വലിക്കും. ആ വലിയിൽ അതിൻ്റെ അകത്തെ ഞരമ്പ് പൊട്ടും.
എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു രക്തവും തെറിക്കത്തില്ല, ഒന്നുമില്ല. രക്തമെല്ലാം ശരീരം വലിച്ചെടുക്കും. അതൊരു 1 മിനിറ്റിൻ്റെ അകത്ത്. എന്നിട്ട് അവർ മുറിക്കുമ്പോൾ പല ഗുണങ്ങളാണ്. രക്തം പോകാത്തതുകൊണ്ട് അത്രയും കൂടി വെയിറ്റ് കിട്ടും. ഇത് നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് കാണാം ആ മാംസത്തിലും അതിൻ്റെ ഉള്ളിലും ഒക്കെ രക്തം കട്ടയായിട്ടിരിക്കുന്നത്. മാംസം കുറേ വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. മുസ്ലിംസ് അവർ കോഴി വാങ്ങിക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അവർ നോക്കും, കൊന്നോന്ന് നോക്കും. അവർക്കറിയാം ആ പ്രമാണം, നമുക്കുമുണ്ട് ആ പ്രമാണം എന്ന് മറന്നു പോകല്ലേ ദൈവമക്കൾ. കോഴിയെ വാങ്ങിക്കാൻ പോകുമ്പോൾ നോക്കണം നമ്മുടെ കോഴിയെ കൊന്നതാണോ എന്ന് വെച്ചാൽ ഇങ്ങനെ അറുത്തിട്ട് രക്തം പോകുന്നതാണോ. ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് രക്തം ശ്വാസം മുട്ടിച്ച് കൊന്നത് ഇത് ചെയ്ത്. അപ്പോൾ ശ്വാസം മുട്ടിച്ചിങ്ങനെ വലിച്ചു കൊല്ലാൻ. അപ്പോൾ പന്നിയൊക്കെ സാധാരണ ലോക്കലായിട്ട് കൊല്ലുമ്പോൾ, ആൾക്കാർ കൊല്ലുമ്പോൾ തലയ്ക്കടിച്ചും. കാര്യം ഇത് വലിയ ആരോഗ്യമുള്ള മൃഗമായതുകൊണ്ട് ഇതിനെ മയക്കാനുള്ളത് കുടിക്കാൻ കൊടുത്ത് തലയ്ക്കടിച്ച് കൊല്ലുന്ന ലോക്കൽ ഒരു പഴയ രീതിയുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് വാങ്ങിക്കാൻ പാടില്ല. ഇപ്പോഴൊക്കെ ഈ നമ്മുടെ സ്ലോട്ടർ ഹൗസ്, അവിടെ കോതമംഗലത്താണല്ലോ ഗവൺമെൻറ്റിൻ്റെ വലിയ സ്ലോട്ടർ ഹൗസ് ഉള്ളത്, അവരുടെ എല്ലാ മീറ്റും അവർ വിൽക്കുന്നുണ്ട്. അതുപോലുള്ള സ്ലോട്ടർ ഹൗസിൻ്റെ പ്രത്യേകത, മൃഗങ്ങളെ തൂക്കിയിടും, ട്രെയിലറിൽ കൂടെ പോകുന്നത്. അവിടെ വരുമ്പോൾ കഴുത്തറക്കും, രക്തം മുഴുവൻ വാർന്ന് പോയിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. അത് അവർക്ക് പോർക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ബൈബിളിലെ പ്രമാണം, നമ്മൾ ഈ എരിവ് കാണിക്കേണ്ടത് ബൈബിളിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറയാനല്ല, ബൈബിളിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. അല്ല ചിലർ പറയും എനിക്കറിയത്തില്ല എങ്ങനെയായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബൈബിളിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ എരിവ് കാണിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പം പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രമാണമുണ്ട്. പക്ഷേ അതല്ലാതെ, അതുകൊണ്ട് പന്നിയെ കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. എന്തും, ഞാൻ പറഞ്ഞില്ലേ, എന്തും കഴിക്കാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നേരത്തെ, പക്ഷേ ഇതൊരു ആഹാര വിഷയം എൻ്റെ അകത്ത് പ്രധാനമായിട്ട് വന്നതുകൊണ്ട് ഞാൻ അതോട് പറയുക. നമ്മുടെ ഒരു വിശ്വാസിയല്ല, പുള്ളി കാത്തലിക്കാ, കാവ്യമൊക്കെ കൊടുത്തു വരുന്ന ഒരാൾ, വളരെ എരിവുകാരനാണ്. പുള്ളി വന്ന് നമ്മുടെ സഭയിൽ ഒരു വർഷത്തോളം വരുമായിരുന്നു. പുള്ളി പിന്നെ വേറൊരു കുടുംബ വിഷയം അങ്ങനെയൊക്കെ വന്നപ്പോൾ പുള്ളി എന്നെ മാറിപ്പോയതാണ്. ഈ എരിവുകാരനാണ് പുള്ളി. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്യാൻ പുള്ളി റെഡിയാണ്. ആ സ്നാനത്തിലേക്കൊന്നും പുള്ളി കടന്നില്ല. സഭയിൽ അന്നും 10-12 വർഷമായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക്. അപ്പം പുള്ളിയും വന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. പുള്ളിയുടെ ഒരു കൂട്ടുകാരനെയും പുള്ളി കൊണ്ടുവന്നു. ആ പുള്ളി ഇപ്പം ഇസ്രായേലിലുണ്ട്, എല്ലാവരും കണക്റ്റഡാണ്. ആ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു സാധനം കൊണ്ടുവരാം, നാളെ നമുക്ക് നല്ലൊരു ഇറച്ചിയാണ്, നാളെ നമുക്ക് സഭയിൽ എല്ലാവർക്കും കൊടുക്കാം. പാസ്റ്റർ എല്ലാം കഴിക്കുമല്ലോ. ഞാൻ പറഞ്ഞു എല്ലാം കഴിക്കും, പക്ഷേ പുള്ളി അത് എന്തുവാണെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി ഇങ്ങ് വന്നു, ഞാൻ അങ്ങോട്ട് വരാം. പുള്ളി ഒരു ചാക്കിൻ്റെ അകത്ത് ഒരു വലിയ സാധനം കൊണ്ടുവന്നു. കൂട്ടിൽ അവർക്ക് കിട്ടി, അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലെ പുള്ളി അത് പോയി പിടിച്ച് ചാക്കിൽ കൊണ്ടുവന്ന്. ഞങ്ങളുടെ ചർച്ച ഉണ്ട്, പുള്ളിയുടെ എരിവാണ്, കത്തോലിക്കനാണ്, പക്കാ കത്തോലിക്കനാണ്. ഞങ്ങളുടെ ചർച്ച ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് ഫുഡുണ്ട്, ആ ഫുഡിന് വേണ്ടി ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് കാശ് കൊടുത്താണോ എന്തോ കൊടുത്ത് പുള്ളി വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനെ എങ്ങനെയാണ് കൊന്നത്. എനിക്കറിയത്തില്ല സഭയിൽ ആൾക്കാർ കഴിക്കുമോ, എനിക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് വിളമ്പാൻ പറ്റത്തില്ല. പക്ഷേ വേറെ മാംസം എപ്പോഴും ഉച്ചയ്ക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുമുണ്ട്. ഇനി അത് നമുക്ക് വേണേൽ തയ്യാറാക്കി അത് ആരെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാം കഴിക്കും. സ്തോത്രം പറഞ്ഞിട്ട്, ഇപ്പോൾ ബൈബിളിൻ്റെ അകത്ത് പറയുന്ന പോലെ സ്തോത്രം പറഞ്ഞിട്ട് എന്തും കഴിക്കും. അല്ലെങ്കിൽ ഒരു പുതിയൊരു സാധനം കഴിക്കാൻ ആഗ്രഹമുണ്ട് കൂട്ടത്തിൽ, അത് രക്തം ശ്വാസം മുട്ടിച്ച് കൊന്നത് അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹാർപ്പിതമോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനൊരു അങ്ങനെ ഒരു ആഗ്രഹമുള്ള കുടുംബമാണ്. ഞാനും കഴിക്കും, സോഫിയയും കഴിക്കും, പിള്ളേരും കഴിക്കും, എല്ലാം കഴിക്കും. അതുകൊണ്ട് സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ കഴിക്കും. പുള്ളി കൊണ്ടുവന്നു, പക്ഷേ പുള്ളി ഫ്രീസറിൽ ചേച്ചി സഹോദരി ഫ്രീസറിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായമുള്ള ഒരാളാണ്. ഞാൻ ഇതെങ്ങനെ ഇതിനെ കൊന്നത്, എന്നെ കിട്ടിയത് കൂട്ടില്ല, എങ്ങനെ നിങ്ങൾ കൊന്നു. ഞങ്ങൾ ചാക്കിൽ ഇങ്ങോട്ട് വെച്ച് വലിയ കരിങ്കല്ലെടുത്ത് ഞങ്ങളതിൻ്റെ തലക്കടിച്ച് അടിച്ചടിച്ച് ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞു. അപ്പം അറുത്തല്ല കൊന്നത്, അടിച്ച് കൊന്നപ്പോഴെങ്ങനെയാണ് ശ്വാസം മുട്ടിച്ചാണ് കൊന്നത്. അത് സഹോദര, പുള്ളി ഒത്തിരി വിഷമം വന്നു, പുള്ളിക്ക് ഒത്തിരി അതിൻ്റെ അകത്ത് പെയിൻ വന്നു. സഹോദര നമുക്ക് പറ്റത്തില്ല, ഞങ്ങളും കഴിക്കത്തില്ല, സഭയിലും ആർക്കും കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു സഹോദരൻ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. നമ്മൾ ദൈവമൊക്കെ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വിട്ടു. അല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള പ്രോബ്ലംസ് വചനം പഠിപ്പിക്കുന്നവർക്കും വരും, ആർക്കും വരും. നിങ്ങളാരും വിശ്വാസികൾ അറിഞ്ഞില്ല, സ്തോത്രം പറഞ്ഞ് എനിക്ക് വേണേൽ ആ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് എന്ത് ചെയ്യാം, കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇതുപോലെ പ്രാഗൽഭ്യത്തോട് സൂക്ഷിക്കാൻ പറ്റത്തില്ല, പിശാചും അനുവദിക്കത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പ്രമാണം. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ 3 വട്ടം അപ്പോസ്തല പ്രവൃത്തിയിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന രക്തം ശ്വാസം മുട്ടിച്ച് കൊന്നത് വിഗ്രഹാർപ്പിതം, അല്ലാത്തതെല്ലാം സ്തോത്രം പറഞ്ഞ് നമുക്ക് കഴിക്കാം, അതിനൊരു കുഴപ്പവുമില്ല. മത്തായി സുവിശേഷത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ചോ. യേശു പറഞ്ഞതാണ്, അപ്പോസ്തലന്മാരല്ല. മത്തായി 15:11, മാത്യു 15:11. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത്രേ.
അത് മനുഷ്യനെ അശുദ്ധമാക്കും. മനുഷ്യന് യേശു പറയുന്നതാണ്. ഇത് തന്നെ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. അവിടെ ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം, മർക്കോസ് 7:15 ഇത് തന്നെ യേശു ആവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് നമ്മൾ അകത്തോട്ട് കഴിക്കുന്നത് നമുക്ക് ഒരു അശുദ്ധിയും ആത്മീയമായിട്ട് നമുക്ക് വരുത്തത്തില്ല. അത് സ്പോയിൽഡ് ഫുഡാണെങ്കിൽ നമ്മുടെ വയറൊന്ന് ഇളകിയെന്നിരിക്കും. അത് ഫുഡ് പോയ്സണിങ് പോലല്ല, അല്ലെങ്കിൽ അത് പഴകിയ മാംസമാണെങ്കിൽ അത് വയറിളകിയെന്നിരിക്കും എന്നല്ലാതെ ജീവിതത്തിൽ ഒരശുദ്ധിയും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലോ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കോട്ടം വരുത്തുന്ന രീതി നമ്മൾ അകത്തോട്ട് കഴിക്കുന്നത് നമുക്ക് ഒരശുദ്ധിയും വരുത്തത്തില്ല. പിന്നെ അശുദ്ധി വരുത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ഉള്ളിലിട്ട് പ്രോസസ്സ് ചെയ്ത് വേറെ ആർക്കെങ്കിലും പണി കൊടുക്കണം എന്നും വേറെ ആർക്കെങ്കിലും ഡോസ് കൊടുക്കണം എന്നും വേറെ കയ്പ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ ഉള്ളിൽ പ്രോസസ്സ് ചെയ്ത്, ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടോ ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ചെയ്ത് കാണും, എന്നാൽ അവനിട്ടൊരു പണി കൊടുക്കണം. അയൽവക്കക്കാർ നമുക്ക് ദോഷം ചെയ്ത് കാണും. എന്നിട്ട് ഞാൻ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വർത്തമാനം പറയുന്ന എല്ലാം എന്തായിരിക്കും? അതായിരിക്കും. അപ്പം ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ് അശുദ്ധി വരുത്തുന്നത്, അല്ലാതെ ഉള്ളിലേക്ക് പോകുന്നത് ഒന്നും അശുദ്ധി വരുത്തുന്നില്ല. മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ അധ്യായത്തിലേക്ക് വരാം. ചിലർ എരിവ് കയറിയിട്ട് വിവാഹം വിലക്കും. അത് തെറ്റാണ്. വിവാഹം വിലക്കാൻ ഒരു മനുഷ്യനും പ്രമാണമില്ല. ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആ സഭക്കാരാകപ്പാട് എടുക്കുന്ന വാക്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുവന് ക്രിസ്തുവിന് വേണ്ടി ഷണ്ണനായിട്ടിരിക്കുവാനാ അങ്ങനൊരു വിളി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓർത്തോണം, അങ്ങനെ ഷണ്ണനായിട്ടുള്ള ഒരു വിളി ഉണ്ടെങ്കിൽ അവനൊരു ഫീലിങ്സും പിന്നെ ഉണ്ടാകത്തില്ല. ഒരു വ്യഭിചാര ചിന്തയോ ഒരു സ്ത്രീയെ കാണുമ്പോഴോ പുരുഷനെ കാണുമ്പോഴോ അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ഒരുത്തന് ക്രിസ്തുവിന് വേണ്ടി ഒരു ഷണ്ണനായിട്ടാണ് അവനെ വിളിച്ചിരിക്കുന്നെങ്കിൽ അവൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് മാത്രമേ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പം ആ വാക്യം എടുത്ത് വെച്ചിട്ട് വിവാഹം വിലക്കാൻ എരിവോടുകൂടി പാടില്ല. ചിലർ എരിവ് കയറി വിവാഹം വിലക്കുന്നു, ചിലർ എരിവ് കയറി കൂടുതലും യഹൂദന്മാരായിരിക്കും. കാര്യം ജാതികളെല്ലാം കഴിക്കുന്നവരാണ്. യഹൂദന്മാർക്കാണല്ലോ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർ എരിവിൽ പറയാൻ അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുക, അവരെ വ്യക്തമായിട്ട് സഭയെ പറയണം എങ്ങനെ കഴിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ദൈവം സൃഷ്ടിച്ച ഏത് മാംസവും സ്തോത്രത്തോടുകൂടി ഭക്ഷിക്കുവാൻ. പക്ഷേ അതേസമയത്ത് അപ്പോസ്തല പ്രവൃത്തിയിലെ അതുണ്ടല്ലോ, രക്തം ശ്വാസം മുട്ടിച്ചു പോകുന്നത് വിഗ്രഹാർപ്പിതം. അതല്ലാതെ ഏത് മാംസവും, അതിന് പാമ്പല്ല, അതിന് ഏത് മാംസം. ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളോടും ചോദിക്കുന്ന ആൾ വചനമൊക്കെ പഠിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളോടും ചോദിക്കും, പോർക്ക് കഴിക്കാൻ പാടുണ്ടോ, പാമ്പ് കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ബൈബിള് പറയുന്നു, അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നു, സഭയെ പഠിപ്പിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ഏത് സസ്യമാണെങ്കിലും, അതിന് പച്ചക്കറിയാണെങ്കിലും ഫ്രൂട്ടാണെങ്കിലും ജീവിയാണെങ്കിലും സ്തോത്രത്തോടുകൂടി ഭക്ഷിക്കുവാൻ. സ്തോത്രം പറയുമ്പോൾ അത് ശുദ്ധീകരിക്കും, ഇല്ലേ? അത് ഭക്ഷിക്കും. പക്ഷെ അങ്ങനെ കഴിക്കല്ല എന്ന് പറഞ്ഞ് വിലക്കുന്നവരുണ്ട്. അവർ എരിവ് കയറി പറയുന്നതാ, അത് പ്രമാണമല്ല. യെസ്, അത് ഭൂതങ്ങളുടെ ഉപദേശമാണെന്നാണ് മേളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ എരിവ് കയറി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പോട്ടെന്ന് വിചാരിക്കും. അപ്പോസ്തലൻ പറഞ്ഞ പോട്ടെന്ന് വിചാരിക്കല്ല, ഈ എരിവ് കയറി വേറൊരു ഉപദേശം പറയുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ത്യനാളുകൾ അതങ്ങനെ പറയും. അത് ഭൂതങ്ങളുടെ ഉപദേശം അല്ലെങ്കിൽ ഇത് ഭൂതങ്ങളുടെ ഉപദേശം എന്ന് അപ്പോസ്തലൻ തീർത്ത് പറയുവാൻ യോഹന്നാൻ സ്നാപകൻ്റെ ഭാഷ ഉപയോഗിക്കുവാൻ കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ അല്ല. പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ പിന്നെ ദുരാത്മാവിൻ്റെയാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞ ഭൂതങ്ങളുടെ ഉപദേശമാണ്. അപ്പം അനേകർ എരിവ് കയറി പറയുന്ന ആ ഉപദേശം പരിശുദ്ധാത്മാവിൻ്റെ അല്ല, അത് ഭൂതങ്ങൾ, അത് അവരുടെ സ്വന്തം മനസ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മാവിൽ എരിവ് കയറി പൗലോസ് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ബൈ ദ സീൽ, ഞാൻ യേശു കർത്താവ് ആലയത്തിൽ വന്നപ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്ന കണ്ട് ആത്മാവിൽ എരിവ് കയറി എടുത്തൊരു തീരുമാനം നമുക്ക് ബൈബിളിൽ കാണാം. ആത്മാവിൽ എരിവ് കയറുന്നത് ഈസ് ഡിഫറെൻറ്റ്. അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, ആത്മാവിനാൽ നിറവ്, ആ ഒരു തുളുമ്പുന്ന അനുഭവമുള്ള ഒരു വ്യക്തി വ്യക്തതയോടുകൂടി പക്ഷേ ജഡത്തിൽ എരിവ് കയറി, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ സ്വന്തം മനസ്സാക്ഷിയിൽ എരിവ് കയറി പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതാണ് സഭയ്ക്ക് ദോഷം ഉണ്ടാക്കുന്നത്, ഇടർച്ച ഉണ്ടാക്കും. അതിനെ ഭൂതങ്ങളുടെ ഉപദേശം എന്ന് പറയും. 4-5 വായിച്ച്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത്. എത്ര പേർക്ക് ആ ഫുഡ് ഇല്ലാതിരിക്കുന്നത്? കർത്താവ് എനിക്ക് ഈ ഫുഡ് തന്നു, സ്തോത്രം കർത്താവേ. അതെന്താണേലും, അതിനി കൂടിയ ഫുഡാണേലും സാധാ ഫുഡാണേലും പുതിയ ഫുഡാണേലും അല്പം പഴകിയ ഫുഡാണേലും
ചില ഫുഡുകൾ ആൾക്കാർ കഴിക്കത്തില്ല, ഇങ്ങനെ ഉണ്ടാക്കിയാലേ ചൂടോടുകൂടി ഇപ്പോൾ ഉണ്ടാക്കിയാലേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളപ്പോൾ ഓർത്താൽ മതി എത്ര പേർക്ക് ഫുഡ് ഇല്ലാതിരിക്കുന്നു എന്ന്. ബൈബിൾ പറയുന്നത് ദൈവം തന്നതെല്ലാം ദൈവം നിനക്ക് തന്നതാ ഭക്ഷിക്കാൻ. സ്തോത്രത്തോട് ഞാൻ ഇന്നതേ കഴിക്കൂ ഇന്നത് കഴിക്കത്തില്ല എന്ന് പറയാൻ പ്രമാണമില്ല ഒരു ദൈവ പൈതലിന്. അത് ദൈവം തന്നതാ, ദൈവം സൃഷ്ടിച്ചതാ. വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ്. സ്തോത്രത്തോടു കൂടി അതിനെ ഭക്ഷിക്കുക എന്നാണ് അവിടെ പറയുന്നത്. 6-ാമത്തെ വാക്യം വായിച്ചാട്ട്. സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിനെ നല്ല ശുശ്രൂഷകനാകും. അവരെ നീ ബലപ്പെടുത്തണം. നറിഷ് ദം എന്ന് എഴുതിയിരിക്കുന്നത്. അവരെ നീ ബലപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ഈ വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും, അല്ല ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന പോലെ ദ വേർഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് ഡോക്ട്രിൻ. ഈ വിശ്വാസത്തിൻ്റെ വചനം, ഈ ഉപദേശത്തിൻ്റെ വചനം, ഗുഡ് ഡോക്ട്രിൻ, ഇത് പറഞ്ഞ് നീ അവരെ ഗ്രഹിപ്പിച്ചാൽ അതിനുവേണ്ടി അവരെ ഉപദേശിക്കണം. അതിൽ നീ വിജയിച്ചാൽ നീ ഒരു നല്ല ശുശ്രൂഷകൻ ആകും. ഇച്ചിരി പാടുള്ള കാര്യമാണ് ദൈവമക്കളെ, ഇച്ചിരി പാടുള്ള കാര്യമാണ്. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു ഭവനത്തിലാണെങ്കിലും അപ്പന്മാരൊക്കെ പലപ്പോഴും സ്ട്രോങ് ആണെന്ന് കാണാം. അമ്മമാരെന്ത് ചെയ്യുമെന്നറിയാം, അപ്പന്മാരെ ഗുണ്ടകളാക്കുന്നതും കാണാം. വേറൊന്നുമല്ല, അമ്മയ്ക്കിത് പറയാൻ വയ്യ. അമ്മ ഈ എപ്പോഴും ഉപദേശം എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ഭവനത്തിലും ഉള്ള ഉപദേശമുള്ള ഭവനങ്ങൾ, ഉപദേശമില്ലാത്ത അപ്പനും അമ്മയും സോഫ്റ്റ് ആവുന്ന ഭവനങ്ങളും ഉണ്ട്. അത് ബൈബിളിൽ അത് നമ്മളെ അനുവദിക്കുന്നില്ലല്ലോ. എന്തുവായാലും നമ്മൾ റോഡിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെ ഫൈൻ അടിക്കും. നമുക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. എനിക്ക് ആദ്യമൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു. കാര്യം ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, നമ്മളൊക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഹെൽമെറ്റും വേണ്ടായിരുന്നു, സീറ്റ് ബെൽറ്റും വേണ്ടായിരുന്നു. പെട്ടെന്ന് ഇതങ്ങോട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ആകെപ്പാട് ഹോൺ അടിക്കാൻ പാടില്ല. എയർ ഹോണൊക്കെ വലിയ രസമുള്ള കാര്യമല്ലായിരുന്നു. ഞാനൊക്കെ 3 പൈപ്പ് 4 പൈപ്പ് എയർ ഹോണൊക്കെ വാങ്ങിച്ചു വെച്ച് എൻ്റെ ബൈക്കിലും കാറിലും ഒക്കെ ഞാൻ ഇങ്ങനെ പല വലിയ മ്യൂസിക്കൊക്കെ വെച്ച് അടിക്കുന്ന സമയമുണ്ടായിരുന്നു. പോലീസ് ഇത് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വലിയ വിഷമമായി. അപ്പോൾ ഒരു കാര്യം, പോലീസാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അസോസിയേഷൻ ആണെങ്കിലും കൊച്ചി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു വേസ്റ്റിൻ്റെ അകത്ത് തന്നെ പ്ലാസ്റ്റിക് കളയല്ല. ഇവിടെ പട്ടണത്തിലുള്ളവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. എന്ന് ഞങ്ങളുടെ അവിടെ ആൾ വന്നിട്ട് ഈ ഓട്ടോ കൂടെ വേസ്റ്റ് എടുക്കുന്ന ആൾ വന്നിട്ട് കീറി നോക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ പാൽ കവറും കറി ഉള്ള എന്തെങ്കിലും പാർസൽ വാങ്ങിച്ചാൽ ആ കവർ കഴുകി വേണം അതിനകത്ത് ഇടാൻ. അതിനകത്ത് കറിയുടെ അംശം ഉണ്ടെങ്കിൽ പുള്ളി അത് കൊണ്ടുപോകത്തില്ല വേസ്റ്റ്. അപ്പം അത് 3ആയിട്ട്, പേപ്പർ കത്തിക്കുന്നത് വേറെ, പ്ലാസ്റ്റിക് വേറെ, പിന്നെ ആഹാരം വേറെ. ഇങ്ങനത്തെ ഒക്കെ നിയമങ്ങൾ, ഉപദേശങ്ങൾ വരുമ്പോൾ നമുക്കാകെപ്പാടെ വിഷമമാണ്. വീട്ടിൽ ചെന്നാൽ പിള്ളേർ പറയും ഉപദേശം ഉപദേശം ഉപദേശം. ഭാര്യമാരോട് ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ കുടുംബത്തോട് ഭർത്താക്കന്മാർ ഇന്നതായിരിക്കണം നീ വീട്ടിൽ പറഞ്ഞാൽ അതിന് ഇളകുന്ന ഭാര്യമാർ കാണും, മക്കൾ കാണും. ഉപദേശം ഇഷ്ടമല്ല. പാസ്റ്റർമാർ അല്ലെ ടീച്ചർമാർ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കോളേജിൽ സാറുമാർ പറഞ്ഞാൽ പിള്ളേർ അതിൻ്റെ എതിരെ സമരം ചെയ്തിറങ്ങും. കാര്യം ഉപദേശം നമ്മുടെ ഈ ജഡത്തിന് ഇഷ്ടമല്ല. സഭയിലും അങ്ങനെ തന്നെയാണ്. കാര്യം അത് എന്നോടൊരാൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാനാണ് പെട്ടെന്ന് എൻ്റെ ജഡം റിയാക്ട് ചെയ്യുന്നത്. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം, ചെയ്തില്ലേൽ ഇപ്പം എന്നാ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ ജഡത്തിൽ റിയാക്ഷൻ വരുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് പറയാം, നീ ഇതൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ചാൽ ധന്യനാവും നിൻ്റെ മിനിസ്ട്രിയിൽ. ഇല്ലേ? ഒന്ന് വായിച്ച 6-ാമത്തെ വാക്യം. സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിനെ നല്ല ശുശ്രൂഷകനാകും. നീ അനുസരിച്ച, നീ വിശ്വസിക്കുകയും നിന്നെ ദൈവം പഠിപ്പിക്കുകയും നീ അനുസരിച്ച ഈ വിശ്വാസത്തിൻ്റെ വചനവും ഈ സതുപദേശത്തിൻ്റെ വചനവും അവരെ ഉപദേശിച്ച് പഠിപ്പിച്ച് പോഷണം ചെയ്ത് നറിഷ്തം അവരുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാണ്. ഇച്ചിരി പാടുള്ള കാര്യമാണ്. പാസ്റ്റർമാരായ ഞങ്ങൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇടയൻ ആടുകളെ ഉപദേശിക്കാൻ ചെന്നാൽ ആകെ പാട പ്രശ്നം, വലിയ റിയാക്ഷനാണ്. പിന്നെ അവർ ഒന്നും പറ്റിയില്ല, ഇവിടെ നിന്ന് ചാടി അപ്പുറത്തോട്ട്. അതൊക്കെ വേണമെന്ന് വിചാരിച്ച് അമ്മമാർ പലപ്പോഴും പിള്ളേരെ, പല അമ്മമാരും പല വീട്ടിലും ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അപ്പനെ ഒരു മകൻ അങ്ങ് കളിപ്പിക്കുക. ഇവിടെ പഠിക്കാൻ വന്ന ഒരു മകനാണ്. അപ്പനെയും കളിപ്പിക്കുക, ദൈവത്തെയും കളിപ്പിക്കുക, അതിൽ സൂപ്പറായിട്ടും കളിപ്പിക്കുക. എന്നിട്ട് എന്നോട് ഈ കാര്യം വിളിച്ചു പറയാം. അപ്പം അപ്പനെ എന്നോട് ഈ കാര്യം വലിയ ന്യായീകരിച്ച് നീതീകരിച്ചൊക്കെ എൻ്റെ മോൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പനോട് ചോദിച്ചു, നിങ്ങളുടെ മോൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയുന്നില്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ പറയുന്ന ഒരാളോട് പിന്നെ എന്ത് പറയാൻ? അവർക്ക് അറിയത്തില്ല എന്തുവാ അവിടെ നടക്കുന്നത്. അപ്പം പിന്നെ എന്നോടൊരു കാര്യം പറഞ്ഞു, പിന്നെ ലാസ്റ്റിലാണ് പുള്ളി ഉള്ള കാര്യം സമ്മതിക്കുന്നത്. എനിക്കറിയാം, പക്ഷെ നമ്മൾ ഈ മക്കളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നോട് പറയുക, ആ അപ്പൻ എന്നോട് പറയാം, താനും ഒരു ഉപദേശിയാണ്,
താനോട് പറയാം, നമ്മൾ മക്കളോടൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഉടനെ എൻ്റെ കുടുംബത്തോട് ചോദിക്കും, ഇതെന്ത് ഉപദേശിക്കുക? താനിങ്ങനെയല്ലേ തൻ്റെ സഭയിലും പഠിപ്പിക്കുന്നത്? ഉപദേശിമാരങ്ങനായി തീരാൻ പാടില്ല, അപ്പന്മാരും അങ്ങനായി തീരാൻ പാടില്ല. ഓസിയപ്പല്ലേ, അപ്പൻ കുടുംബത്തെ എങ്ങനെ ഉപദേശിക്കണം, അമ്മ മക്കളെ എങ്ങനെ ഉപദേശിക്കണം, ഇടയൻ സഭയെ എങ്ങനെ ഉപദേശിക്കണം, എല്ലാം വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് പ്രമാണമാണ്. കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ ഉപദേശിക്കണം, ശാസിക്കണം, തർജ്ജനം ചെയ്യണം. നീ അതിൽ വിജയിച്ചാൽ നിൻ്റെ ശുശ്രൂഷ ദൈവം അംഗീകരിക്കും. ഇച്ചിരി പാടുള്ള കാര്യമാണ് ദൈവമക്കളെ. പഴയ കാലഘട്ടമല്ല. പ്രായമുള്ള ദൈവദാസന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവരൊക്കെ ശുശ്രൂഷ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ആ കാര്യത്തിൽ അത്യാവശ്യം ശുശ്രൂഷയിൽ ഒത്തിരി വിജയിച്ചതാണ്. ഞാനത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുക. അങ്ങനെ വല്ല ശുശ്രൂഷ ഒറ്റ ഒരു കസേര ഇവിടെ കാണത്തില്ല. നിങ്ങൾക്ക് ആർക്കും വരാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു അന്നത്തെ സഭയിലുണ്ടായിരുന്ന നിയമങ്ങൾ. എല്ലാവരും വെള്ളം ഇട്ടുകൊണ്ട് വരണം. വെള്ള സോക്സ്, വെള്ള ഷൂസ്. അയ്യോ, അത് കാണണമായിരുന്നു. ഒരു യുണീക്കായിരുന്നു. അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വീട്ടിൽ TV പാടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും TV ഉള്ളവർ കളഞ്ഞു. ഞങ്ങൾക്കും TV ഉണ്ടായിരുന്നു, കളഞ്ഞു. എല്ലാവരും കളഞ്ഞു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കണം. അത്രയും വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവരാരും പിള്ളേർ വലുതാവുക, അവിടെ ടീനേജിലേക്ക് വരിക, ആകെപ്പാട് ആ മരുഭൂമിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റാണ്. TV വേണ്ടാന്ന് പറഞ്ഞു, എല്ലാവരും എടുത്ത് കളഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവദാസന്മാർ പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ. ആ നിയമങ്ങൾ മുഴുവനും അനുസരിച്ച വിശ്വാസികൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും തിമോത്തിയോസിനോ പറയുക, നീ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അനുസരിപ്പിച്ചാൽ കൊള്ളാം, നിനക്ക് കൊള്ളാം, നിൻ്റെ ശുശ്രൂഷ വിജയിക്കും, ദൈവം അത് അംഗീകരിക്കും. ഒരു സ്തോത്രം. ഹല്ലേലൂയ. എത്രത്തോളം ദൈവം ഇൻസ്ട്രക്ഷൻ, മകനെ ഉപദേശം കൈക്കൊള്ളുവീൻ, ഉപദേശം കൈക്കൊള്ളുവിൻ. പിന്നെ നമ്മളും എന്ത് ചെയ്യണം? പിള്ളേരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചാൽ പറഞ്ഞില്ലേ, പലപ്പോഴും പേരൻസ് അല്ലെങ്കിൽ കൂടുതൽ അമ്മമാരെ ഞാൻ കാണുന്നത് പിള്ളേരോട് ഭയങ്കര അടുപ്പമല്ലേ, സോഫ്റ്റായിട്ട് അവർക്ക് പറയാൻ വയ്യാത്തതിന് അവർ അപ്പനോട് പറഞ്ഞ് അപ്പനെ കൊണ്ട് ഡിസിപ്ലിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ നമ്മൾ എല്ലാ വീടുകളും കാണുന്ന. അല്ലെങ്കിൽ അവർക്ക് പറയാൻ വയ്യാത്തതിന് എപ്പോഴും ഞാൻ ഉപദേശിനി പിള്ളേർക്കൊരു മുഷിച്ചിൽ വരണ്ട, മിണ്ടാതിരിക്കും. ബൈബിള് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അത് എനിക്കും ഉള്ളതാ, നിങ്ങൾക്കും ഉള്ള. നമ്മുടെ വചനം പഠിപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ പിരിമുറുക്കങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ വരുന്നത്. വചനം പഠിപ്പിച്ച് മുൻപോട്ട് വരുമ്പോൾ ഒത്തിരി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്ന തീത്തോസും യോഹന്നാൻ്റെ ലേഖനങ്ങളും പത്രോസും ലേഖനങ്ങളും ഇതിലും കൂടുതൽ ഇൻസ്ട്രക്ഷനിൽ കൂടെ കടന്നു പോകുന്നത്. 7ാമത്തെ വാക്യം വായിച്ചിട്ട് നിർത്താം. ഭക്തിവിരുദ്ധമായ കേൾവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഇവിടെ എഴുതിയിരിക്കുന്നത് അഭ്യാസം ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചിലത് ജീവിതത്തിൽ നിന്ന് മാറ്റണം, ചില ഏരിയകൾ ബലം പ്രാപിക്കണം. ആ രണ്ട് ജീവിതത്തിൽ നിന്ന് ഏതാ മാറ്റേണ്ടത്? ഒന്ന് സ്തോത്രം, ഹല്ലേലൂയ. ഈ മേളിൽ നമ്മൾ വായിച്ചു, എരിവിൽ, ജഡത്തിൽ എരിവ് കയറി, മനസാക്ഷിയിൽ എരിവ് കയറി പറയുന്ന ഓരോ നിയമങ്ങൾ ഒഴിക്കുക. ഇവിടെ നമ്മൾ വായിച്ചു ആൾക്കാരെ സന്തോഷിപ്പിക്കുവാനും. ലോകം ഒത്തിരി പേര് ഇപ്പം പ്രസംഗിക്കുന്ന അങ്ങനെയൊക്കെയല്ലേ, പുസ്തകങ്ങളൊക്കെ വായിച്ച് പുസ്തകങ്ങൾ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് പുള്ളി തന്നെ പറഞ്ഞു. അപ്പോൾ പലതും പുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതും ഒക്കെ ഒത്തിരി പേരുടെ റൈറ്റിങ്സിൽ നിന്നുള്ളതാണ്. ഒത്തിരി റൈറ്റിങ്സ്, ഈ പുസ്തകം വായിക്കുന്നവർ എപ്പോഴും റൈറ്റിങ്സിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി തീരുന്നത് നമുക്ക് കാണാം. ചിലതൊക്കെ നല്ല കാര്യങ്ങളുമാണ്, ഒത്തിരി ജ്ഞാനികൾ എഴുതിയ പുസ്തകങ്ങളാണല്ലോ. പക്ഷേ പല പാസ്റ്റർമാർ അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ ഫിലോസഫി ശുശ്രൂഷിക്കും, തമാശകൾ ശുശ്രൂഷിക്കും, കഥകൾ ശുശ്രൂഷിക്കും, കിളവിക്കഥകൾ. അല്ലെ ഞാനൊരിടത്ത് ചെന്നപ്പോൾ ഇങ്ങനൊരു കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടുകഥകൾ. ഇത് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറയുന്നത് കിളവിക്കഥകൾ. നമ്മുടെ വിശുദ്ധിക്ക്, നമ്മളെ വീണ്ടും വിശുദ്ധീകരണത്തിൽ നമ്മളെ കൊണ്ടുപോകാത്ത എല്ലാ കഥകളും. നല്ല അനുഭവങ്ങളുണ്ടേ പറയാം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും, അല്ലെങ്കിൽ ഒരനുഭവം വേറൊരാളെ ബലപ്പെടുത്തും എന്നൊക്കെ നമ്മൾ സ്തോത്രം പൊതുവേ ഹല്ലേലൂയ ദൈവദാസന്മാർ ശുശ്രൂഷ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഒരനുഭവം പറയുമ്പോൾ നിങ്ങൾ എൻകറേജ്ഡ് ആയി തീരും തീർച്ചയായിട്ടും. ഒരാളുടെ ദൈവം ഇടപെട്ട ഒരു അനുഭവം പറയുമ്പോൾ അതല്ലേ സാക്ഷ്യം. നമ്മൾ ഇത്രയും സാക്ഷ്യം പറയുന്നത് കാര്യം അത് വേറെ ആളെ എൻകറേജ് ചെയ്യും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് ഇതുപോലെ പ്രയോജനമില്ലാത്തതെല്ലാം എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഇവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചൊരു പദം ഞാൻ നേരത്തെ കുറിച്ചുകൂടി വെച്ചിട്ടുണ്ട് ബൈബിളിൻ്റെ അകത്ത്, ജിംനാസോ. കാര്യം ഗ്രീക്കാണ്. നിങ്ങളത് ഇപ്പോഴൊക്കെ ഗ്രീക്ക് ബൈബിളും ഗൂഗിൾ സെർച്ച് ചെയ്ത് എളുപ്പം കിട്ടുമല്ലോ. അതുകൊണ്ട് ഈ വാക്യത്തിൽ 7ാമത്തെ വാക്കിൽ എക്സസൈസ് ടുവേർഡ്സ് ഗോഡ്ലിനെസ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതിൻ്റെ പദം ജിംനാസോ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ
ജിം അല്ലെങ്കിൽ ജിംനാസിയം എന്നൊക്കെ പറയുന്ന ആ പദം വന്നിരിക്കുന്നത് നമുക്ക് ഈ പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഭക്തികേട് അല്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ അല്ലാത്ത എല്ലാ ബുദ്ധിയുടെ ആലോചനകളും അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ എന്തു എഴുതിയിരിക്കുന്ന, ഭക്തിക്ക് വളരുവാൻ, നിൻ്റെ വിശ്വാസം, നിൻ്റെ പ്രത്യാശ, നിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം, നിനക്ക് ഈ നാളുകൾ ഇല്ലാത്തത് ദൈവഭയവും ആത്മാർത്ഥതയും ഇല്ലാത്തതാണ് ദൈവമക്കളെ. ഈ സഭയോട് തന്നെ സ്നേഹവും ആത്മാർത്ഥതയും ദേശത്തെ പ്രവർത്തനത്തോടൊക്കെ ആത്മാർത്ഥത ഇല്ലാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാം. ഒരു മഴക്കോള് കണ്ടു കഴിഞ്ഞാൽ, എത്ര പേരാ രാവിലെ മെസ്സേജൊക്കെ അയച്ചെന്നറിയാം, ഒരു മഴക്കോള്, ഞാൻ 8:30 മഴക്കോള് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് കാണുമ്പോൾ ഒത്തിരി പേര് വരായിരിക്കുമല്ലോ. ഒരു മഴക്കോള്, ഇത് നിങ്ങൾക്കൊരു എയർപോർട്ടിലൊരു യാത്രയുണ്ട്, കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകുന്നുണ്ട്, ഒരു കോളേജിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്, കമ്പനിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ ബക്കറ്റിൽ നിന്ന് കോഴി ഒഴിക്കുന്ന മഴയാണ്, നനഞ്ഞ് നിങ്ങൾ അവിടെ പോയി നിൽക്കും ഇല്ലേ? പക്ഷേ ഒരു ആരാധനയുടെ വിശുദ്ധ സഭായമാകുമ്പോൾ നേരത്തെ അതിനൊരു പ്രിപ്പറേഷൻ, നേരത്തെ അതിനൊരു പ്രാർത്ഥന, നേരത്തെ അതിനൊരുക്കമൊക്കെ ഇല്ലാതായി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സ് മടുപ്പിക്കുക, ഒരു ഗസ്റ്റ് വീട്ടിൽ കയറി വരുന്നു, അല്ലെ രാത്രിയിലത്തെ ഒരു പ്രോഗ്രാം ലേറ്റായി എന്നൊക്കെയാണ് ഓരോരുത്തർ കൂളായിട്ടാണ് പാസ്റ്ററിൻ്റെ മെസ്സേജ് അയക്കുന്നത്. ഞാനവിടെ സ്തോത്രം എന്ന് പറയാം, അല്ലാതെ എന്നാ പറയാനാ, ഞാനിനി പറഞ്ഞിട്ട് വേണം ഒരു പ്രോബ്ലം, നമ്മൾ പറയാം സ്തോത്രം. അപ്പം നമുക്കറിയാം അത് തലേ ദിവസമേ പ്രാർത്ഥനയോടുകൂടി ഇവർക്കറിയാം. ഞാൻ ശനിയാഴ്ച വീട്ടിലുണ്ടാക്കുന്ന ടെൻഷൻ ഇവർക്കറിയാം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവരെയും കൂടി നമ്മൾ നിർത്തും. കാര്യം പിറ്റേ ദിവസം ഞാൻ ശനിയാഴ്ച രാവിലെ അനൗൺസ് ചെയ്യും, നാളെ ആരാധനയാണ്, അതിന് യോഗ്യമാവണ്ണം വേണം. പ്രാർത്ഥനയോടുകൂടിയും ഓരോ കാര്യങ്ങൾ മൊബൈൽ കാണുന്നത് ലിമിറ്റ് ചെയ്യുക, അല്ല ഓരോ വിഷയങ്ങളും ലോകത്തിൻ്റെ ലിമിറ്റ് ചെയ്തുകൊണ്ട് നാളത്തെ ആരാധനയ്ക്കായിട്ട് ഒരു ശനിയാഴ്ച വൈകിട്ടാകുമ്പോൾ എല്ലാത്തിനെയും പ്രാർത്ഥിച്ച് നേരത്തെ കിടത്തും. കാര്യം എനിക്ക് കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ശനിയാഴ്ച രാത്രിയില്ല ദൈവസന്നിധി, ഇന്നലെ രാത്രിയിലും അങ്ങനെ തന്നെ ആക്ഷൻ എടുത്തിട്ടാണ് എല്ലാവരും കിടത്തിയിട്ടാണ് ഞാൻ ദൈവസന്നിധിയിലിരുന്നത്. കാര്യം വേറൊന്നുമല്ല, ഈ ശനിയാഴ്ച തൊട്ട് നമുക്ക് അതിന് മുമ്പ് വെള്ളിയാഴ്ച തൊട്ട് ഒരുങ്ങാം, സാവകാശമുള്ളവർ ഒരുങ്ങാം. ആരാധനയ്ക്ക് വരുമ്പോൾ അത് ഏത് മീറ്റിംഗാണ് ഒരു ഒരുക്കത്തോട് വന്നാൽ പിശാചിന് അവിടെ തടസ്സം ഉണ്ടാക്കുവാൻ കഴിയത്തില്ല. ഉണ്ടാക്കിയാലും പിശാച് ലജ്ജിച്ചു പോകത്തേ ഉള്ളൂ. അതിനൊക്കെ ജയിച്ച് വരുവാനുള്ളൊരു ബലവും ശക്തിയും എരിവും തീഷ്ണതയാലൊക്കെ കർത്താവ് നമ്മളെ നിറയ്ക്കും. അത് ആത്മാവിലുള്ള എരിവിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വിടേണ്ടതൊക്കെ റിജക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റിജക്റ്റ് ഓൾ പ്രൊഫെയിൻ അല്ലെങ്കിൽ യൂസ്ലെസ്, പ്രയോജനമില്ലാത്ത, ആത്മീയമായിട്ട് പ്രയോജനമില്ലാത്ത റിജക്റ്റ് ചെയ്യുക. തിമോത്തിയോസിനോട് പറയുക. പിന്നെ സ്വീകരിക്കേണ്ടത് എന്തുവാണ്? ദൈവഭക്തിക്ക് കാരണമായത് എന്ത് ചെയ്യണം? അഭ്യാസം പഠിക്കുക. ദൈവഭക്തിക്ക് കാരണമായ അഭ്യാസം. അവിടെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന എക്സസൈസാണ്. പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്ത 8ാമത്തെ വാക്യത്തിൽ ശരീരാഭ്യാസവും അല്പം പ്രയോജനം ചെയ്യും. എത്ര പേരോട് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. ആത്മീയ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ശരീരത്തിൽ എക്സസൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നു, നിങ്ങൾക്ക് അല്പം പ്രയോജനം. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ 7, 8 ഒന്നിച്ച് ചേർന്ന് പഠിക്കണം. നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. നിങ്ങളുടെ ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും. കാര്യം നമ്മുടെ ഉള്ളിലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ നല്ലപോലെ, അല്ലെങ്കിൽ നമുക്ക് മടി വരും. ഞാൻ ഈ പറഞ്ഞ പോലെ മഴക്കോൾ കാണുമ്പോൾ നമുക്ക് മടി വരും. നല്ലപോലെ നമ്മൾ എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ അധ്വാനിച്ച്, ഇപ്പോൾ ജോലി അധ്വാനം ഇല്ലാത്തതുകൊണ്ടാണ് ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്നത്. എങ്ങനെ പോയാലും എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റൊന്നുമില്ല. എക്സസൈസ് വേണമെന്നേ ഉള്ളൂ. അത് അല്പം പ്രയോജനമേ ചെയ്യത്തുള്ളതുകൊണ്ട് അതിനുള്ള പ്രാധാന്യത അതിന് കൊടുത്താൽ മതി. അത് എങ്ങനെ പ്രയോജനം ചെയ്യും ചോദിച്ചാൽ നമുക്കൊരു ഉത്സാഹം തരും. രക്തോട്ടം വരുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങളൊക്കെ മാറും. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? രക്തം ഓടുമ്പോഴല്ലേ മനസ്സും ശരീരം സഹരിച്ചാലല്ലേ മനസ്സിലും നമുക്കൊരു ഉത്സാഹം വരത്തുള്ളൂ. അതുകൊണ്ടാണ് 7, 8 8ാമത്തെ വാക്യത്തിൽ പറയുന്ന ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും. 7ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ശരിക്കും എക്സസൈസ് ചെയ്യേണ്ടത് എന്തുവാ? ടുവേർഡ്സ് ഗോഡ്ലിനെസ്, ദൈവഭക്തിക്ക് കാരണമായി തീരുന്ന, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, പ്രൈസ് ലോർഡ്, ദേശത്തെ ദൈവപ്രവൃത്തി, ഇതിനൊക്കെ ആയിട്ട് ചേർന്ന് ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, പിന്നെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് എന്നാ ചെയ്യാനാ? ഈ കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മളെയും വിളിച്ചിരിക്കുന്നു പറയുമ്പോൾ മനസ്സിലാകാത്തവരെ പറ്റി ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ എബ്രായ ലേഖനം 5:14, ഹീബ്രു 5:14. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കട്ടിയായിട്ടുള്ള ആഹാരം ആർക്കേ ലഭിക്കാൻ പറ്റത്തുള്ളൂ. കൊച്ചു കുഞ്ഞിന് കട്ടിയായിട്ടുള്ള ആഹാരം കുടിച്ചാൽ വയറിളകും. ആഹാരമായിട്ട് പോകും. പക്ഷെ കട്ടിയായിട്ടുള്ള ആഹാരം അതിന് പ്രായമുള്ള, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാകാൻ അവരുടെ ഇന്ദ്രിയം കൂടെ എക്സസൈസ് ചെയ്തിട്ട്, അപ്പോൾ ഒരു ആത്മീയ ഇന്ദ്രിയമുണ്ട് ഇല്ലേ? പ്രൈസ് ലോർഡ്. ആ സ്പിരിച്വൽ ഓർഗൻസ് ബൈബിളിൽ പറയുന്നു, ലെറ്റ് യുവർ ഓർഗൻസ് ബി എക്സസൈസ്ഡ് ടു ഡിസേൺ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഈവിൾ.
ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിക്കുവാൻ, എന്ന് ഡിസേൺ ചെയ്യുവാൻ, അത് മനസ്സിലാകുവാൻ ആത്മീയ ബലമുള്ളവർക്കേ ഉള്ളൂ ഈ കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വചനത്തിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന. അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ എന്നും ആ ശിശുവായിട്ടിരിക്കാതെ, സ്തോത്രം, ബൈബിളിൽ പറയുന്നില്ലേ, എന്നും പാല് കുടിക്കുന്ന, വളരെ വേദനയോടുകൂടി അപ്പോസ്തലൻ സഭയെ നോക്കി പറഞ്ഞു, എന്നും പാല് കുടിക്കുന്ന ശിശുക്കളായി തീരാതെ കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ. നമ്മൾ വളരെ ഡീപ്പായിട്ട് വചനം കേൾക്കുന്നതും പ്രബോധിക്കുവാനൊക്കെ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ. കട്ടിയായിട്ടുള്ള ആഹാരം നിങ്ങളും പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ആത്മാവിൽ വിവേചിക്കുവാൻ, ആത്മാവിൽ നടത്തപ്പെടുവാൻ നമ്മുടെ ഈ സഭയെ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം ഓരോ സ്റ്റെപ്പ് മുൻപോട്ടെടുക്കുമ്പോൾ, ഓരോ വചനഭാഗവും മുൻപോട്ട് പഠിച്ചു പോകുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള കൃപയും അതനുസരിച്ച് നമ്മളും തീരുമാനങ്ങളെടുത്ത് കൂടുതൽ ഡെഡിക്കേഷനിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടു സഹോദരങ്ങളെയൊക്കെ കൂടുതൽ ഡെഡിക്കേഷൻ, കൂടുതൽ സമർപ്പണത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ.